ഇവിടെ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം എഴുതിയതിൻ്റെ ഉദ്ദേശത്തെ കാണുന്നുണ്ട്. യോഹന്നാൻ 20:31. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവിടുത്തെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇതെന്ത് ചെയ്തിരിക്കുന്നു? എഴുതിയിരിക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞ്, എന്തിനാണ് എഴുതിയിരിക്കുന്നത്? വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവിടുത്തെ നാമത്തിൽ നമുക്ക് എന്തുണ്ടാകണം? ജീവൻ ഉണ്ടാകണം. അപ്പം വിശ്വസിച്ചിട്ട് ജീവൻ ഉണ്ടാകേണ്ടതിന് ഇത് എഴുതിയിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, നമുക്ക് 4 സുവിശേഷങ്ങളാണ്: മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. മത്തായി, മർക്കോസും ലൂക്കോസും സമവീക്ഷണ സുവിശേഷമാണ്. യോഹന്നാൻ അല്പം വ്യത്യസ്തമായിട്ട് നിൽപ്പുണ്ട്. അപ്പം നമുക്കൊരു സുവിശേഷമേ വായിക്കാൻ ജീവിതത്തിൽ അവസരം കിട്ടിയുള്ളെങ്കിൽ അത് യോഹന്നാൻ വായിക്കണമെന്ന് പറയുന്നവരുണ്ട്. അത്ര തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു പുസ്തകമാണ് യോഹന്നാൻ്റെ സുവിശേഷം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മറ്റ് സുവിശേഷകർ എഴുതിയത് പലതും ഒമിറ്റ് ചെയ്തിട്ടുണ്ട്, എഴുതാത്തത് ചേർത്തിട്ടുണ്ട്. ഒമിഷൻസും അഡീഷൻസും അതിനകത്തുണ്ട്. അപ്പോൾ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു തീം ഇന്ത്യൻ ഒരു സിനാരോയിലുള്ള അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ദാർശനികതയിൽ വിശ്വസിക്കുന്നവരും ആ ഒരു ഫിലോസഫിക്കൽ അപ്രോച്ചസൊക്കെ ഉള്ളവർക്ക് ഏറെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പുസ്തകമായിട്ടാണ് യോഹന്നാനെ കാണുക. കാരണം യോഹന്നാൻ്റെ ഒത്തിരി തീമുകൾ ഈ ഇന്ത്യൻ തീമുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിലെ ഋഷിവര്യന്മാരുടെ പ്രാർത്ഥനയായിരുന്നു തമസോമ ജ്യോതിർഗമയ, തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിത് ഞങ്ങളെ എങ്ങോട്ട് കൊണ്ടുവരണം? വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം. മൃത്യോമ അമൃതം ഗമയ, മരണത്തിൽ ഞങ്ങളെ ജീവങ്കിലേക്ക് കൊണ്ടുവരണം. അസത്തോമ സദ്ഗമയ, അസത്യത്തിൽ ഞങ്ങളെ എവിടെ കൊണ്ടുവരണം? സത്യത്തിലേക്ക് കൊണ്ടുവരണം. ഇതിനെല്ലാം ഉത്തരം യോഹന്നാൻ പറയുന്നതായിട്ടാണ് കാണുക. യോഹന്നാൻ പറയുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ക്രിസ്തു പറയുകയാണ്. തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതം ഗമയ, മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കൊണ്ടുവരണമേ. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. അപ്പം നോക്കൂ, അതുകൊണ്ട് തന്നെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് നയിക്കുന്ന ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് കൊണ്ടുവരുന്ന, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന, ജീവൻ തരുന്ന സത്യസുവിശേഷത്തിൻ്റെ ആ വാക്കുകളെ നമുക്ക് യോഹന്നാനിൽ കാണാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവിടുത്തെ നാമത്തിൽ നമുക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു എന്ന് കാണുന്നു. യോഹന്നാൻ 4-ാം സുവിശേഷം. ഈ 4-ാം സുവിശേഷത്തെ നമുക്ക് ഓരോ ചാപ്റ്ററായിട്ട് ഒന്ന് ചിന്തിക്കാനാണ് എളിവൻ ശ്രമിക്കുക. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ വായിക്കാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ചിന്തകൾ ബൈബിൾ സ്റ്റഡി ക്ലാസ്സിൽ നിന്നും വായനയിൽ നിന്നൊക്കെ കിട്ടിയ അറിവുകൾ, ധ്യാനത്തിൽ നിന്നൊക്കെ ലഭിച്ചതും ഒക്കെ നിങ്ങൾക്ക് പങ്കുവയ്ക്കുവാൻ എളിവൻ ആഗ്രഹിക്കുന്നു. ഈ എളിയദാസനെ ഓർത്തും പ്രാർത്ഥിക്കുക. കർത്താവ് സഹായിക്കട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം കാണുന്നു. എല്ലാ സുവിശേഷങ്ങളും തുടങ്ങുന്നത് കർത്താവിൻ്റെ ജന്നത്തോടൊക്കെ ബന്ധപ്പെട്ടാണ്. മത്തായി സുവിശേഷകൻ വംശാവലി തുടങ്ങുന്നു, ലൂക്കോസ് ജന്നത്തിൽ തുടങ്ങുന്നു, മർക്കോസും അവിടെ നമ്മൾ കാണുകയാണ്. എന്നാൽ യോഹന്നാൻ തുടങ്ങുന്നത് യേശു കർത്താവിൻ്റെ പൂർവാസ്തികത്തിലാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദി എല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ആദിയിൽ ദൈവത്തിൻ്റെ വചനം ഉണ്ടായിരുന്നു. ആ വചനം ജഡമായി തീർന്നു. ക്രിസ്തു വചനം ജഡാവതാരം എടുത്തു. എന്നാൽ ആ വചനം മുഖാന്തരമാണ് സകലതും ഉളവായത്. നമുക്കറിയാം, ഇന്ന് ഈ പ്രപഞ്ച ഉൽപ്പത്തിയെ പറ്റിയുള്ള ഒത്തിരി തിയറികളുണ്ട്. അതിലൊരു തിയറിയാണ് ബിഗ് ബാങ് തിയറി. വലിയ സ്ഫോടനം കൊണ്ട് ഈ പ്രപഞ്ചം എന്ത് ചെയ്തു? ഉണ്ടായി. ഈ സ്ഫോടനം എങ്ങനെ ഉണ്ടായത്? വെറുതെ സ്ഫോടനം ഉണ്ടാവും. ആ സ്ഫോടനം ഉണ്ടായെങ്കിൽ, ഇനി അതാണെങ്കിൽ ആ സ്ഫോടനം എങ്ങനെ ഉണ്ടായി? ഉണ്ടാകട്ടെ എന്നുള്ള അവിടുത്തെ വാക്കിന് മുമ്പിൽ മാൻപേടകളെ പ്രസവിപ്പിക്കുമാറാക്കുന്ന, വനങ്ങളെ തോലിരിക്കുന്ന, പാറയെ തകർക്കുന്ന ആ ശബ്ദം എന്താണ്? വെളിച്ചം ഉണ്ടാകട്ടെ. ഇല്ലായ്മയെന്ന് സകലതും ഉളവാക്കിയ ആ മഹാശബ്ദം, ആ ശബ്ദം വേദവസം പറയുന്നു, അത് മുഖാന്തരം, ആ വചനം മുഖാന്തരമാണ് സകലതും ഉളവായതെല്ലാം അവിടുന്ന് മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുട്ടോ അതിനെ പിടിച്ചടക്കിയില്ല. ഇരുട്ട് എന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയാം, ഈ പ്രപഞ്ചം മുഴുവൻ അല്ലെങ്കിൽ ഈ ഭൂമി മുഴുവൻ ഒരു ഇരുട്ടിൻ്റെ ലോകത്തൂടെ പോവുകയാണ്. നമുക്ക് ധാരാളം സംഭവങ്ങളാണ് നമ്മൾ കേൾക്കുക. വെട്ടിക്കൊല, അപ്പനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു എന്ന് വേണ്ട എന്തെല്ലാം സംഭവങ്ങളാണ്. പത്രം രാവിലെ വായിക്കരുതെന്നുള്ളതാണ് എളിയവൻ്റെ അഭിപ്രായം. രാവിലെ പത്രം വായിക്കരുത്. രാവിലെ പത്രം വായിച്ചാൽ ഉള്ള മൂഡ് മുഴുവൻ പോകും.
ഉള്ള മുഴുവൻ വെട്ടിക്കൊലയാണ്, എല്ലാം പീഡനമാണ്. ഇത് വായിച്ചിട്ട് ജീവിതം തുടങ്ങാൻ നോക്കൂ? ഇല്ല. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് രാവിലെ നേരം വെളുത്താൽ ഉടനെ പത്രം തുറന്ന് നോക്കരുത്. അത്യാവശ്യം കുറച്ച് കഴിഞ്ഞ് വേദപുസ്തകമൊക്കെ വായിച്ചൊന്ന് മനസ്സൊന്ന് സമാധാനപ്പെട്ടിട്ടൊക്കെ പത്രം വായിക്കാവൂ. പണ്ട് നമ്മുടെ ജീവിതം തുടങ്ങുന്നത് പത്രവുമായിട്ടായിരുന്നു. കാരണം പത്രത്തിൽ കൊള്ളാവുന്നൊന്നുമില്ല, പത്രധർമ്മത്തിനെതിരാണ് ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. കുഞ്ഞുങ്ങളൊക്കെ ഇതൊക്കെ എങ്ങനെ സ്വാധീനിക്കും? രാവിലെ കേൾക്കുന്നതെല്ലാം ഇങ്ങനത്തെ വാർത്തകൾ. അപ്പോൾ ഓർക്കപ്പെടേണ്ട ഒരു കാര്യം, ഈ ഇരുട്ട് മാറാൻ എന്താ വഴി? ഇരുട്ടിന് സ്വയാസ്തികയില്ല. ഇരുട്ടെന്ന് പറയുന്നതിന് സ്വയാസ്തികമില്ലാത്ത, സെൽഫ് എക്സിസ്റ്റൻസ് ഇല്ലാത്ത ഒന്നാണ് ഇരുട്ട്, അല്ലേ? ഇവിടെ ഇപ്പോൾ ഇരുട്ടാകണമെങ്കിൽ ഇവിടുന്ന് എന്തില്ലാതാകണം? വെളിച്ചം ഇല്ലാതാകണം. വെളിച്ചം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് പോകും? ഇരുട്ട് പോകും. അപ്പുറത്തോട്ട് നോക്കി ഇരുട്ടാണ്, അവിടെ വെളിച്ചമില്ല. ഇവിടെ വെളിച്ചമുണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ ഇരുട്ടില്ല. അപ്പോൾ ഇരുട്ട് മാറാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, വെളിച്ചം വരാനായിട്ടാണ്. എന്തിനാണ് ഈ സുവിശേഷ യോഗങ്ങൾ? സുവിശേഷ യോഗങ്ങളോട് പലർക്കും വൈരുദ്ധ്യങ്ങളും വിരുദ്ധാഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ എന്തു ആയിക്കോട്ടെ, ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയുന്നു, ദേശത്ത് സുവിശേഷ യോഗങ്ങൾ നടന്നാൽ ആ ദേശത്തെ ഒത്തിരി ഇരുട്ട് മാറിപ്പോകും. അത് പരമാർത്ഥമായ കാര്യമാണ്. നമ്മൾ നിരന്തരം നമ്മളതിനായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനെ പാട്ടൊക്കെ പാടുന്ന മക്കളെയൊക്കെ കണ്ടു. സത്യത്തിൽ എനിക്കൊരു സന്തോഷം തോന്നി. കാരണം ഈ സോളോ ഒക്കെ പാടുന്നുണ്ടല്ലോ, സാരിഗമ്മയൊക്കെ പറഞ്ഞ്, അതും ഇപ്പം കേൾക്കാനായി. ഇപ്പം എല്ലാം വർഷിപ്പാണ്. സോളോ പാടുന്ന പാട്ട് പാടാനറിയണം, മറ്റേതെല്ലാവരും കൂടെ അങ്ങ് പാടിയാൽ മതി. സോളോ ഒക്കെ ഇപ്പം നിൽക്കുകയാണ്, എന്നാലും സോളോ പാടുന്നത് നല്ലതാണ്. അങ്ങനെയായിരുന്നു പണ്ട് കൺവെൻഷൻ തുടങ്ങുന്നതിന് പറയും ജീവിതം ഒരു കണ്ണീർ കുമിളയാണ്. അത് വളരെ നൈമിഷികമാണ്. ആ അർത്ഥത്തെക്കുറിച്ച് നമുക്ക് ബോധം വരുത്തുന്ന മനോഹരമായ അനശ്വരമായ ഒരു ഗാനം കുമാരി ഇന്നാര് ഇപ്പോൾ പാടുന്നതായിരിക്കും. അപ്പോൾ ഒരാൾ വന്ന് പാടുന്നു, അത് കേട്ടിട്ട കാലം മറന്നു. ഇൻട്രൊഡക്ഷൻ പറയുന്നത് നല്ല സാഹിത്യത്തിലൊക്കെ ഇൻട്രോയൊക്കെ പറഞ്ഞ് ഒരു പാട്ടൊക്കെ പാടുന്നു, കേൾക്കാനൊരു സുഖമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിന് മുമ്പ് ആദ്യം യോഗം തുടങ്ങുമ്പം കുറേ വചനം എന്തു ചെയ്യും? വിളിച്ച് പറയും. വചനം വിളിച്ച് പറഞ്ഞ് യോഗത്തിന് മുമ്പ് വചനം വിളിച്ച് പറയുന്നത് കേട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കാമോ? അതാണ് അല്ലെല്ലാം മാനസാന്തരപ്പെടുന്നാൽ നീയും അങ്ങനെ തന്നെ നശിച്ചു പോകും. കർത്താവായ യേശു വിശ്വസിക്കുക എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. തൻ്റെ ഏകജനായ പുത്രനെ വിശ്വസിക്കുന്നവരും നശിച്ചു പോകാൻ നിത്യം പ്രാപിക്കും. ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സുവിശേഷത്തിലെ വചനങ്ങൾ വിളിച്ച് പറയും. അതായിരുന്നു മറ്റൊരു കാലം. അപ്പോൾ ഏതായാലും വചനം പറയുന്നിടത്ത് ഇരുട്ട് മാറിക്കൊണ്ടേയിരിക്കും. കാരണം വചനത്തിൽ ഭയങ്കര വെളിച്ചമുണ്ട്. സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആ വെളിച്ചം, ആ വചനം ജഡാവതാരം എടുത്തു എന്നാണ് നാം കാണുക. അവിടെ പറയുന്നു യേശു ജഡാവതാരം എടുത്തു. അപ്പം ജഡാവതാരം എടുത്ത് ക്രിസ്തു ജഡാവതാരം എടുക്കുമ്പോൾ അത് യഹൂദൻ അന്ന് അന്യമായൊരു ചിന്തയാണ്. ദൈവം മനുഷ്യനായി. കാരണം പഴയ നിയമ ചിത്രങ്ങളിൽ നമ്മൾ കാണുന്നത് ആരും ഒരു നാളും കാണാത്ത, ആർക്കും കാണാൻ കഴിയാത്ത, ആർക്കും സ്പർശിക്കാൻ കഴിയാത്ത, ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കാൻ കഴിയാത്ത ആ വലിയ ദൈവം ഇപ്പോൾ ആരായിട്ട് മാറി? മനുഷ്യനായിട്ട് മാറി. നമുക്ക് തൊടാം, നമുക്ക് വർത്തമാനം പറയാം, നമുക്ക് സംസാരിക്കാം. ആ രീതിയിൽ ദൈവം മനുഷ്യനായി. അത് അന്നത്തെ യഹൂദ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാൻ പാടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരു പുതിയ ദൈവിക വെളിപ്പാടിനെ യോഹന്നാൻ അവിടെ അവതരിപ്പിക്കുകയാണ്. എന്താണ് അവിടെ പറയുന്നു? ആ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവിടുന്ന് ലോകത്തിലേക്ക് വന്നു. ഈ സകല പ്രപഞ്ചത്തെയും ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ച ഈ ദൈവം മനുഷ്യനായി അവതരിച്ചു. എന്നിട്ട് പറയുകയാണ്, ആ ദൈവം ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു, പക്ഷെ ലോകം അവൻ മുഖാന്തരം ഉളവായി. ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായൊരു അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവിടുന്ന് എന്ത് കൊടുത്തു? അധികാരം കൊടുത്തു. ആ ബാക്കി എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, അവനെ കൈക്കൊണ്ട്. അവനെ ആരെയാ? യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. ഒന്നുകൂടെ പറഞ്ഞേ, യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. അപ്പം ഈ വെളിച്ചം ലോകത്തിനുണ്ടായിരുന്നു. ലോകം അവനെ അറിഞ്ഞില്ല, സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായൊരു അവനെ എന്ത് ചെയ്തില്ല? കൈക്കൊണ്ടില്ല. അപ്പോൾ ഒന്നാമത്തെ കർത്താവിൻ്റെ വരവ്, ജഡാവതാരം എടുത്ത് വന്ന ക്രിസ്തുവിനെ പലരും എന്ത് ചെയ്തില്ല? അറിഞ്ഞില്ല. അതൊരു ദുസൂചന നൽകുന്നുണ്ട്. എന്താണെന്നറിയാമോ? ചെറിയൊരു ദുസൂചന അവിടെ ഉണ്ട്. രണ്ടാമത്തെ വരവിലും എല്ലാവരും എന്ത് ചെയ്യത്തില്ല? അറിയത്തില്ലെന്ന് ഓർത്തോണേ. ചെല്ലെ നോക്കി കർത്താവ് പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. ചെല്ലെ നോക്കി കർത്താവ് അറിയുന്നില്ലെന്ന് പറയും. ഒത്തിരി പേര് ഇത് അറിയാതെയും പോകും. ഒന്നാമത്തെ വരവിൽ എല്ലാവരും അറിഞ്ഞോ? ഇല്ല. ഉണ്ടായിരുന്നു. ലോകമോ അവനെ അറിഞ്ഞില്ല. ഇനി രണ്ടാമത്തെ വരവിലും എല്ലാവരും എന്ത് ചെയ്യത്തില്ല? അറിയത്തില്ല. അത് വളരെ ഗൗരവമായിട്ട് കാണണം. എനിക്കൊരു കാര്യം സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ നോട്ടീസ് എന്ത് ചെയ്യും? ദേവനേശൻ ഭാഷ
ഇന്നത്തെ നോട്ടീസ് ഇവിടെ അങ്ങനെ ഉണ്ടോ? സന്തോഷം. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്നോട് വന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ദേവനേശൻ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്ററെ ഞാൻ പഴയ രീതിയിലാണ് നോട്ടീസ് അടിച്ചേക്കുന്നത്, വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ചോദിച്ചു അതെന്താ ഈ പഴയ രീതി ഫോട്ടോ വെച്ചില്ലെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇപ്പം മുഴുവൻ ഫോട്ടോയാണ്, അവൻ്റെ നാമത്തിലങ്ങ് ഫോട്ടോയാണ്. ഈ ഫോട്ടോ വെക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഫോട്ടോ വെച്ചത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ ആളെ വിടുന്ന ഭാഷയുണ്ട്. ഞാനൊരു ദിവസം ഒരിടത്ത് കിടക്കുക, അങ്ങ് വടക്കുക, ഒരിടത്ത് കിടക്കുമ്പോൾ നമ്മളൊരു ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് അവിടെ കിടക്കുകയാണ്. രാവിലെ അവിടുത്തെ ആ കൺവെൻഷൻ നടത്തുന്ന ആൾ ക്ഷമ പറയാം ഒരാളോട്, ക്ഷമിക്കണേ എൻ്റെ പൊന്നച്ചായ സാറേ, ക്ഷമിക്ക് ഞാൻ ഇപ്പം തന്നെ തിരുത്താം, ഞാൻ എന്നോട് ക്ഷമിക്ക്, ഞാനിപ്പം എനിക്ക് ഒരു പിള്ളേരൊന്നും വരണം, അത്രയും നേരം മതി, ഞാനെല്ലാം ശരിയാക്കാം. എൻ്റെ അമ്മോ, രാവിലെ നമ്മൾ വെളുപ്പിനെ വന്ന് കിടക്കുന്ന അന്നേരം താണ്ട് രാവിലെ ഭയങ്കര കരച്ചിലും ബഹളവും. എൻ്റെ പൊന്നെ ഇതെന്തോ പറ്റി പാഷേ? ഒന്നും പറയേണ്ട പാഷ, ഒരബദ്ധം പറ്റി. അന്ന് പ്രസംഗിക്കാൻ വരേണ്ട ആടെ ഫോട്ടോ പോസ്റ്റ് അടിച്ച് ഇട്ട് കൊടുത്തു വാട്സപ്പിൽ. അപ്പോൾ അന്ന് സാക്ഷ്യം പറയുന്ന ഒരാളുണ്ട്, അവരെ രണ്ടുപേരെയും കൂടെ ഒന്നിച്ചാണ് ഇട്ടത്. അതിനാണ് ആ പുള്ളി ബഹളം വെക്കുന്നത്. എന്നോടൊപ്പം ഇടാൻ ഞാൻ ആരാന്ന് നിങ്ങൾ ഓർത്തേ? എന്നോടൊപ്പം ഇടാൻ ആ ആളുടെ ഫോട്ടോ ചേർത്ത് വെക്കാൻ എങ്ങനെ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായി? അതിനാ ഈ പുള്ളി ക്ഷമ പറയുന്നത്. എനിക്കങ്ങ് സങ്കടവും ദേഷ്യവും വന്നു. ഞാൻ പറഞ്ഞു, കൺവെൻഷൻ ഇന്ന് പുള്ളി പ്രസംഗിക്കുന്നില്ലെന്ന് പാസ്റ്റർ അങ്ങ് പറ. എന്നോ ചെയ്യും? കേസെടുക്കുമോ? എന്തോ ചെയ്യും? അത് കേട്ടപ്പോൾ എനിക്കൊരു വലിയ പേടി തോന്നി. കാരണം ഞാനിവിടുന്ന് ഒത്തിരി നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങനെ പോകുമ്പോൾ അന്ന് ഈ ഫോട്ടോയൊക്കെ വരുന്നേ ഉള്ളൂ, എൻ്റെ ഫോട്ടോയും വരാറുണ്ട്. എൻ്റെ ഒരു ഫോട്ടോ, വലിയൊരു ഫോട്ടോ, മക്കളെ വലിയ ഫോട്ടോ, ഒരു മരത്തെ ഇരിക്കുക. അപ്പോൾ എന്നെ കൊണ്ട് പോയ മോൻ വണ്ടി പെട്ടെന്ന് ചവിട്ടി നിർത്തി തിരിച്ചു വന്നു. അച്ചച്ച ഫോട്ടോ, വലിയ ഫോട്ടോ, ഒറ്റയ്ക്ക് ഞാനിങ്ങനെ ഒരു മരത്തെ ഇരിക്കുക, അവൻ അതിൻ്റെ ഫോട്ടോ എടുക്കാൻ പോവുക. പെട്ടെന്ന് ദൈവം, എനിക്കങ്ങ് പേടി തോന്നി. മരത്തിന്മേ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനാ. വാഴ് എന്തിന് ഫോട്ടോ മാറ്റിയേനെ? കാരണം ഇതൊക്കെ ഒന്ന് മാറ്റിയായിരുന്നേ ഒത്തിരി നല്ലതായേനെ. എന്തിനാ ഈ ഫോട്ടോ? സത്യത്തിൽ എന്തിനാ ഈ ഫോട്ടോ? എല്ലാം ചിരിച്ചുകൊണ്ട് മരത്തെ ഇരിക്കുക. കർത്താവ് പറയും, ഇവരെ ഒന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, എൻ്റെ നാമത്തിൽ അറിയപ്പെടുന്ന പലരെയും ആരറിയത്തില്ല, കർത്താവ് അറിയത്തില്ലെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊന്നും ഒരു കാര്യമില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും വലിയ കാര്യം അവൻ എന്നെ അറിയണം എന്നുള്ളതാണ്. ആരാ? കർത്താവ് എന്നെ അറിയണം. ആ ദിവസം അറിയണം. ഒരിക്കലും അറിയത്തില്ലെന്നുള്ളൊരു വാക്ക് കേൾക്കാനിടയാകരുത്. അപ്പോൾ എല്ലാവരും അറിയുമോ? എല്ലാവരും അറിയുമോ? ഇല്ല. അതുകൊണ്ട് നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ ഇടപെടരുത് കേട്ടോ. ഏത് കാര്യം ഓർത്താലും ചിന്തിക്കണം, എങ്ങനെ ബാധിക്കും? നിത്യത ഇത് ബാധിക്കുമെന്ന് ഓർത്തിട്ടേ ചെയ്യാവും. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. എന്നോട് ദൈവം ഇടപെട്ട ഒരു കാര്യമാണ്, ഞാൻ ഭയന്നു പോയൊരു കാര്യമാണ്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ എന്നെ അത് വല്ലാതെ ഭയപ്പെടുത്തി. ഞാനത് ഒത്തിരി ഇടത്ത് പങ്കുവെച്ചു. ഒരു വിശ്വാസിയായ ഒരു വിശ്വാസി കുടുംബമാണ്. ആ കുടുംബം അയൽവക്കവുമായിട്ടൊരു വഴക്കുണ്ടായി. എനിക്കറിയാവുന്നൊരു കാര്യമാണ്. വഴക്കുണ്ടായപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചു. അയൽവക്കക്കാരെ. ചേച്ചിയാണ് ചീത്തവിളി തുടങ്ങിയത്. അച്ചാരം കൂട്ടുപിടിച്ചു. ചുരുക്കത്തിൽ ഭയങ്കര ചീത്തവിളിയായിരുന്നെന്ന് നാട്ടുകാരെന്നോട് പറഞ്ഞു. പക്ഷേ അവർ വിശ്വാസികളാണെങ്കിലും എന്നോട് ചീത്തവിളിയായിരുന്നു, ഭയങ്കര ചീത്തവിളി. അപ്പോൾ ഈ എന്നോട് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനായതുകൊണ്ടും അവൻ ആ ഒരു പ്രായത്തിൻ്റെ അപക്വത ചെയ്യുന്നുകൊണ്ട് വിളിച്ച ചീത്തയല്ല എന്നോട് പറഞ്ഞു. ഇന്ന ചീത്തയെ അങ്ങോട്ട് വിളിച്ചെന്ന് പറഞ്ഞു. ഇന്ന ചീത്ത വിളി. നമുക്ക് പോയി അവരോട് ചോദിക്കണമെന്ന് എനിക്ക്. പിന്നെ നമ്മളെ ബാധിക്കാത്തൊരു കാര്യമാണ്. അത് തന്നെയാണ്, ചില കാര്യങ്ങൾ ചോദിക്കാൻ ഒക്കത്തില്ല. എന്നാ കാര്യം എന്നറിയാമോ? തിരുത്താൻ തയ്യാറുള്ള ഒരാളെ നമുക്ക് എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ? തിരുത്താനൊക്കത്തുള്ളൂ. ഒരാൾ തിരുത്താൻ തയ്യാറല്ലെങ്കിൽ അവരെ തിരുത്താൻ ഒക്കുമോ? പറ, തിരുത്താൻ ഒക്കുമോ? ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് മാത്രം ഒരാൾ ചിന്തിച്ചാൽ അവരെ ആർക്കെങ്കിലും തിരുത്താൻ ഒക്കുമോ? ഇല്ല. നമുക്ക് ദൈവസന്നിധി തിരുത്തപ്പെടാൻ നമ്മൾ തയ്യാറാകുമ്പോഴേ ദൈവവചനം നമ്മളെ തിരുത്തത്തുള്ളൂ. മറ്റേ ഇടപെട്ടുകൊണ്ടിരിക്കും. നമുക്ക് ഒരു വലിയ തിരഞ്ഞെടുക്കാനുള്ളൊരു കഴിവുണ്ട്. അപ്പം നമ്മൾ തിരുത്തപ്പെടാൻ തയ്യാറാകാത്തിടത്തോളം കാലം നമ്മൾ തിരുത്തപ്പെടത്തില്ല. അതിപ്പോഴും ഓർത്തോണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാം അവർ തിരുത്തപ്പെടത്തില്ല. അതുകൊണ്ട് ഞാൻ സംസാരിച്ചില്ല, മിണ്ടിയില്ല. ഒത്തിരി നാൾ കഴിഞ്ഞ്, ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞ്, ഞങ്ങൾ കുറേ പേര് ഇതുവഴി ആ ദേശത്തോട് ഇങ്ങനെ യാത്ര ചെയ്ത് വീടുകളൊക്കെ കയറി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കൂടെ കുറേ പേരുണ്ട്. ഞങ്ങൾ ഈ വീട്ടിൽ ചെന്നപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. അവർ ദേവദാസന്മാരും എല്ലാവരും വന്നല്ലോ, നമുക്ക് ഇച്ചിരി പ്രാർത്ഥിക്കാം. ഭയങ്കര സന്തോഷം. സത്യത്തിൽ കുറേ നാളായതുകൊണ്ട് ഞാൻ ഈ സംഭവം അങ്ങ് മറന്നും പോയി. എല്ലാവരും കൂടെ ഒരു പായിട്ട് ഭയങ്കര പ്രാർത്ഥന. ഇവരങ്ങോട്ട് ആരാധിക്കാൻ തുടങ്ങി. പെന്തക്കോസ്തുകാരാണ്. ആരാധിച്ച് അവർ സൂപ്പർ അന്യഭാഷയിൽ അങ്ങോട്ട് ആരാധിക്കണം, കത്തിക്കയറുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഒരു ബിസിനസ്സുകാരനൊരു സഹോദരനുണ്ട്. അദ്ദേഹത്തിന് കൃപാവരങ്ങളുള്ള ആളാണ്. അദ്ദേഹത്തിന് ഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, പ്രവചനമുണ്ട്. മിനിമം ഈ 3 കൃപാവരങ്ങളും ഉള്ള ഒരാളാണ്.
ഇദ്ദേഹം പെട്ടെന്ന് അങ്ങ് അസ്വസ്ഥനായി. എന്നോട് പറഞ്ഞു, എന്നെ തോണ്ടിയിട്ട് പറഞ്ഞു നമുക്ക് പോയേക്കാമെന്ന് പറഞ്ഞു. ഇത്രയും നല്ല ആരാധന അടക്കുമ്പോൾ എങ്ങനെ പോവാ? പുള്ളി എന്നെ വീണ്ടും തോണ്ടിയിട്ട് പറഞ്ഞു പോയേക്കാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ പോകാം. അവസാനം ഞാൻ പെട്ടെന്ന് മൈൻഡപ്പ് ചെയ്ത് ഇറങ്ങിയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നല്ല ഒരു ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തോ മനുഷ്യനെ നിങ്ങൾ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തു? എൻ്റെ പൊന്ന് പാസ്റ്റേ, പുള്ളി എന്നോട് ചോദിക്കുക, ഇവർ ഈ അടുത്തിടയ്ക്കാണ് ആരെങ്കിലുമായിട്ട് വഴക്കുണ്ടായോ? ഞാൻ ചോദിച്ചു, എന്നാ കാര്യം? വഴക്കുണ്ടാക്കുകയോ ചീത്ത വിളിക്കുകയോ ചെയ്തോ? ഞാൻ ചോദിച്ചു, എന്താ പോയി കാര്യം പറ. ആ അന്യഭാഷ പറഞ്ഞത് മുഴുവൻ പച്ചത്തെറിയാണ്. അവർ പറയുന്ന അന്യഭാഷ വ്യാഖ്യാനിക്കുക. പേടിച്ചു പോയി ഞാൻ. കാരണം ഈ ചീത്ത വിളിച്ചിട്ട് വന്നിട്ട് അന്യഭാഷ പറഞ്ഞപ്പം ദുരാത്മാവ് കയറി. ചീത്തയായി പറയുന്നത്, അന്യഭാഷയാണെന്ന് അവരുടെ ചിന്ത. അപ്പം ഒരു വാക്കേൽ ചിലപ്പം ബന്ധിക്കപ്പെട്ടു പോകും. അത്ര ഗൗരവം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങളുടെ പ്രവാസകാലം എങ്ങനെ കഴിക്കണം? പൊട്ടച്ചൊല്ല്, കളിവാക്ക് ചേർത്ത് അല്ലാത്ത ഒന്നും വരാതിരിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇപ്പം ഞാനിതൊക്കെ പറയുന്നത് ഞാനങ്ങ് പരമഭക്തനായിട്ടൊന്നും പറയല്ല കേട്ടോ, പരമഭക്തനായിട്ടൊന്നും അല്ല പറയുന്നത്. പക്ഷേ ഇതൊക്കെ എന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം ഏറ്റവും വലിയ കാര്യം നമ്മുടെ നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ ഇടപെടാതിരിക്കണം. ഏത് കാര്യത്തിലും ഇടപെടുമ്പോൾ ഓർത്തണം, ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു അഫക്റ്റ് മൈ ഇറ്റേണിറ്റി, എൻ്റെ നിത്യതയെ അത് ബാധിക്കുമോ? അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഒരു ചിന്ത നമുക്ക് ഉണ്ടാകേണ്ടത് കർത്താവിൻ്റെ വരവെങ്കിൽ കർത്താവ് എന്നെ അറിയണം. അന്ന് അവൻ എന്നോട് പറയണം, നല്ലദാസനെന്നു ചൊല്ലുന്നാൽ തൻ്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിടാൻ, നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിടാൻ ഭാഗ്യമേറും മഹോത്സവ വാഴ്ചകാലം വരുന്നല്ലോ എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ. വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ചേർന്ന് പാടാമോ? നല്ലദാസനെന്നു ചൊല്ലുന്ന തൻ്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിടാൻ, നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ഭാഗ്യമേറും പ്രിയമുള്ളവരെ, അന്ന് ആ ദിവസം അവിടെ തന്നെ അറിയണ്ടേ? ലോകത്ത് ആരറിഞ്ഞാലും അങ്ങറിയാതെ പോയെങ്കിൽ എന്തൊരു ദുരന്തമായിരിക്കും, എന്തൊരു സങ്കടമായിരിക്കും. അതുകൊണ്ട് തന്നെ എത്ര ഗൗരവമായി ഈ കൊച്ചായുസിനെ കഴിക്കണം. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവനെ അറിഞ്ഞില്ല. സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് ആരെ? യേശുവിനെ, ജഡാവതാരമെടുത്ത നമുക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായിത്തീരുക. ദൈവമക്കളായിത്തീരുക. ഈ ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാം? ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ആരുമില്ലെന്നുള്ളൊരു പ്രശ്നമാണ്. തിരുവനന്തപുരം ഒരു സിറ്റിയാണല്ലോ. നമ്മുടെ ഇവിടെ തെക്കോട്ടൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ഗ്രാമ അവസ്ഥയാണ്. എന്നാൽ സിറ്റിയുടെ ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ സിറ്റികളുടെ ഒരു പ്രശ്നം, സിറ്റിയെക്കുറിച്ചുള്ള ഏറ്റവും നല്ലൊരു ഡെഫിനിഷൻ ഞാൻ കേട്ടത് ഇങ്ങനെയാണ്: സിറ്റി ഈസ് എ പ്ലേസ് വേർ ദെയർ ആർ ലോട്ട് ഓഫ് ലോൺലി പീപ്പിൾ സ്റ്റേയിങ് ടുഗദർ. സിറ്റി ഈസ് എ പ്ലേസ് വേർ ദെയർ ആർ ലോട്ട് ഓഫ് ലോൺലി പീപ്പിൾ സ്റ്റേയിങ് ടുഗദർ. ആരുമില്ലാത്ത കുറേ ഒറ്റപ്പെട്ട മനുഷ്യർ ഒന്നിച്ച് താമസിക്കുന്ന ഇടത്തിൻ്റെ പേരാണ് എന്ത്? സിറ്റി. സിറ്റിയുടെ പ്രത്യേകത എന്താ? ആരുമില്ലാത്തവരാ. അവർ കുറച്ച് പേര് അങ്ങോട്ട് പോകുന്നു, കുറച്ച് പേര് ഇങ്ങോട്ട് വരുന്നു. അടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന ആരാന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. ധൃതിയാണ്. ബോംബെയിലോട്ടൊക്കെ ചെന്നൈയിലോട്ട് എന്തോ അവിടുത്തെ ലോക്കൽ ട്രെയിനിൽ ആയിരങ്ങൾ യാത്ര ചെയ്യുന്നു. ആര് എവിടെ? എന്നെ ഇടയ്ക്ക് ഒരുത്തൻ വീണ് കിടന്നാൽ ട്രെയിൻ അടിയിൽ കയറിയാൽ ആരറിയുന്നു? സിറ്റി ഈസ് എ പ്ലേസ് വെയർ ദെയർ ആർ ലോട്ട് ഓഫ് ലോൺലി പീപ്പിൾ. ആരുമില്ലാത്ത കുറേ മനുഷ്യർ ഒന്നിച്ച് താമസിക്കുക. ഏത് പ്രായത്തിലും നമുക്കത് തോന്നാം. കൊച്ചു മക്കൾക്കൊക്കെ അപ്പനും അമ്മയും പോയാൽ നമ്മൾ അവരെ വിളിക്കും എന്താ? അനാഥര. പക്ഷേ അഡൽട്ട് ഓർഫൻ എന്ന് പറയാറുണ്ട്. ഓർഫൻ. ഇന്നൊരു മനുഷ്യൻ എൻ്റെ അടുക്ക വന്നു, മടക്കേണ്ടിയതാണ് വന്നു. ഒത്തിരി നേരം കരഞ്ഞു. ഞാൻ ചോദിച്ചു എൻ്റെ അവസ്ഥ പോരാ, എനിക്ക് ആരുമില്ല. ഞാൻ ചോദിച്ചാൽ ആരുമില്ലേ? അപ്പനും ഇല്ല, അമ്മയില്ല. പുള്ളിക്കൊരു 40 വയസ്സുണ്ട്. അപ്പനും അമ്മയും അടുത്തിടയ്ക്ക് മരിച്ചുപോയി.
ഹീസ് ആൻ ഓർഫൻ. കാരണം അഡൽട്ട് ഓർഫനാണ്. പ്രായമായാലും അപ്പനും അമ്മയൊക്കെ മരിച്ചു പോയാൽ നമ്മൾ ആരാകും? ഒരു നിമിഷം ഓർഫനാകും. അപ്പം പെട്ടെന്ന് ആരുമില്ലാത്ത കുറേ മനുഷ്യരായിട്ടൊക്കെ മാറുകയാണ്. അനാഥത്വമാണ് മനുഷ്യർക്ക്. അനാഥത്വം പേറുന്ന മനുഷ്യർ, എല്ലാവർക്കും ആരുമില്ലെന്നുള്ള ചിന്ത ഒരിക്കൽ തോന്നും. ഇന്ന് വൃദ്ധ മാതാപിതാക്കൾക്ക് പലപ്പോഴും തോന്നുന്നൊരു കാര്യമുണ്ട്, അവർക്ക് ആരുമില്ലെന്ന് തോന്നും. ഒരിക്കലും ഒരു കൊച്ചു കുഞ്ഞ് കരഞ്ഞുകൊണ്ട് അപ്പച്ചൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അപ്പച്ച 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 അപ്പച്ച, എൻ്റെ മോനെ എനിക്ക് ആരുമില്ല, എന്നോട് ആർക്കും ഇഷ്ടമില്ല. എന്തോ പറ്റി? അപ്പച്ച കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് സ്പൂൺ താഴെ പോയി, എൻ്റെ അമ്മ എന്നെ എടുത്തിട്ട് അടിച്ചു. അപ്പച്ച എന്നോട് ഇഷ്ടമില്ലല്ലോ, കാര്യമില്ല. ആണോ? അപ്പച്ചൻ പറഞ്ഞു, മോനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് സ്പൂൺ താഴെ പോയി, നിൻ്റെ അമ്മ എന്നെ അടിച്ചില്ലെന്നേ ഉള്ളൂ. അതിൽ കൂടുതൽ പറഞ്ഞു. അപ്പച്ചനും പറഞ്ഞു, എനിക്കും ആരുമില്ല. കുഞ്ഞിനും ആരുമില്ലെന്ന് തോന്നുന്നു, അപ്പച്ചനും ആരുമില്ലെന്ന് തോന്നുന്നു. ഇവർക്കെല്ലാം ഒരാളുണ്ടെന്ന് തോന്നുന്നത് കർത്താവിനെ അംഗീകരിക്കുമ്പോഴാണ് അവർ ദൈവ മക്കളായിത്തീരും. മക്കളായിത്തീർന്ന പിന്നെ ഒരിക്കലും അനാഥരല്ല. അനാഥരെന്നുള്ള ചിന്ത മാറ്റുന്ന ഒരിടം ഭൂമിയിലുണ്ടെങ്കിൽ അത് യേശുവിനെ അറിഞ്ഞവർക്കാണ്. കാൺമീൻ, നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ പദവി തന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു പിതാവുണ്ട്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, കർത്താവിനെ സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മാറ്റം, ഏറ്റവും വലിയ ബോധ്യം, ഞാൻ അനാഥനല്ലെന്നുള്ളൊരു ബോധ്യമാണ്. ഹല്ലേലൂയ. കാരണം അവനറിയാം, ഹല്ലേലൂയ, പിതാവില്ലാത്തവർക്കും നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും വിധവിയുടെ കാന്തനും സാധുവിൻ്റെ അപ്പവും എല്ലാമായ കർത്താവ്. ഹല്ലേലൂയ. ഈ പിതാവ് എനിക്കുണ്ടെന്നുള്ളൊരറിവുണ്ടാകുമോ? യേശുവിനെ ലഭിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മാറ്റം, അവൻ അനാഥനല്ലെന്നുള്ളൊരു ബോധ്യമുണ്ടാകും. ഹല്ലേലൂയ. കാരണം അവിടുത്തെ വാക്കിലുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. അപ്പോൾ കർത്താവിനെ കൈക്കൊള്ളുക. അവർ ദൈവ മക്കളായി മാറി. ദൈവ മക്കളായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടുത്തെ കൈക്കൊള്ളണം. അവിടുത്തെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. വിശ്വസിക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുന്ന രണ്ടാണ്. വിശ്വാസം കുറച്ചുകൂടെ ബൗദ്ധികമായ ഒരു അറിവാണ്. ശ്രദ്ധിക്കണേ, ബൗദ്ധികമാണ്, ബുദ്ധിപരമാണ്. ഒത്തിരി പേര് യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് യേശുവിൽ വിശ്വസിക്കുന്ന എന്തായിരം പേരെ അറിയാം. പലരും സഭയുടെ ഭാഗമൊന്നുമല്ല. കാരണം അവർ യേശുവിൽ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ അവിടുന്ന് രാവിലെ പോകുന്ന പ്രൈവറ്റ് ബസ്സിലെല്ലാം 3 ഫോട്ടോ ഉണ്ട്. ഒന്ന് ശബരിമല ശാസ്താവിൻ്റെ ഫോട്ടോയാണ്, ഒന്ന് യേശു കർത്താവിൻ്റെ ഒരു ഫോട്ടോയാണ്, അപ്പുറത്ത് അറബിയിൽ എഴുതിയ എന്തൊക്കെയോ കുറച്ച് ചിഹ്നങ്ങളോ. അവരെല്ലായിടത്തും കാണിക്കയിടും. അവരും എന്ത് ചെയ്യുന്നുണ്ട്? വിശ്വസിക്കുന്നുണ്ട്. എല്ലാ ബഹുമാനത്തോടാണ് ഞാൻ പറയുന്നത്, അവരും വിശ്വസിക്കുന്നുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് ബുദ്ധിപരമാണ്, ബുദ്ധിപരമായൊരു അറിവാണ്. അറിവ് പോരാ, കൈക്കൊള്ളണം. കൈക്കൊള്ളുകയും അറിയുകയും ചെയ്യുന്ന രണ്ടാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അതിന് ഞാൻ സാധാരണ പറയുന്ന ഒരു കഥയുണ്ട്. എനിക്കൊരു ക്രിസ്മസ് കാലത്ത് കിട്ടിയൊരു കഥയാണ്. ആ കഥ ഈ ഒരു ആശയം പറയാൻ, അല്ലെങ്കിൽ അത് പറയാനായിട്ട് ഏറ്റവും നല്ലൊരു കഥയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കഥ ഇതാണ്. ക്രിസ്മസിൻ്റെ കാലത്തിൽ ഒരു പള്ളി വിദേശത്താണ്. അവിടെ ഒരു പള്ളിയുണ്ട്, പള്ളിക്കൂടമുണ്ട്. അപ്പോൾ പള്ളിക്കൂടത്തിൽ ക്രിസ്മസ് കരോൾ നടത്തുമ്പോൾ, പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട സ്കൂളിൽ ക്രിസ്മസ് കരോൾ നടത്തുമ്പോൾ ഓരോ ക്ലാസ്സുകാർക്കും ഓരോ പ്രോഗ്രാം അസൈൻ ചെയ്ത് കൊടുത്തു. ഓരോ ക്ലാസ്സുകാരും ഓരോ പ്രോഗ്രാം നടത്തണം. അതിനകത്ത് 8ാം ക്ലാസ്സുകാർക്ക് കൊടുത്ത പ്രോഗ്രാം ഇതാണ്. അവരൊരു നാടകം നടത്തണം. എന്തിനെ? യേശുവിൻ്റെ ജനനത്തെ ആധാരമാക്കി ഒരു നാടകം നടത്തണം. അവരെല്ലാം റെഡിയായി നാടകം ഒരുങ്ങുകയാണ്. നാടകം ഒരുങ്ങിയപ്പോൾ അവർക്കൊരു വലിയ പ്രശ്നമുണ്ടായി. ആ ക്ലാസ്സിൽ തീരെ സ്ലോ ആയിട്ടുള്ള, പഠിക്കാൻ മോശമായ, സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കുഞ്ഞുണ്ട്. അവൻ്റെ പേര് വാലസെന്ന. ആ കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെ നാടകം നടത്തും? അവനെ അങ്ങ് ഒഴിവാക്കാൻ തീരുമാനിച്ചു. കാരണം അവന് പറയാൻ പാടാ. അപ്പം ടീച്ചേഴ്സ് ചിലർ പറഞ്ഞു, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പാവം പിടിച്ചൊരു കൊച്ചനെ ഒഴിവാക്കിയ ഉണ്ണിയേശു സഹിക്കുമോ? യേശുവിന് ഇഷ്ടമാകുമോ? ഇല്ല. ആരെങ്കിലും ഒഴിവാക്കുമോ? യേശു ഇല്ല. അതുകൊണ്ട് തന്നെ അവനെ ഒഴിവാക്കണ്ട. അപ്പം പിന്നെ അവരെല്ലാം കൂടി ആലോചിച്ച് തീരുമാനിച്ചു, തിരുപ്പിറവിയുടെ നാടകം നടക്കുമ്പോൾ ഏറ്റവും ചെറിയൊരു റോൾ ഇവന് കൊടുക്കാം. അവന് കൊടുത്ത റോള് സത്ര ഉടമയുടെ റോളാണ്. യോസഫും മറിയം കൂടെ സത്രത്തിൽ വന്ന് സ്ഥലമുണ്ടെന്ന് ചോദിക്കുമ്പോൾ സോറി, നോ പ്ലേസ് എന്ന് പറഞ്ഞിട്ട് കഥ അടയ്ക്കണം. സമ്മതിച്ചു. വാലസ് പാവമാണ്. സമയമായി, നാടകം തുടങ്ങി. വാലസ് വരികയാണ്. അവിടെ വന്ന് നിൽക്കുമ്പോൾ ജോസഫ് പാവം ഗർഭിണിയായ മറിയത്തെ താങ്ങി പിടിച്ചുകൊണ്ട് വന്നു. മറിയത്തെ കണ്ടിട്ട് കഷ്ടം തോന്നും. പണ്ടേ ദുർബല, പിന്നെ ഗർഭിണി, നടക്കാൻ വയ്യാത്ത പാവം കൊച്ചു പെണ്ണിനെ താങ്ങി പിടിച്ചുകൊണ്ട് ജോസഫ് വരിക. വന്ന് ഈ സത്രത്തിൽ മുട്ടിയപ്പോൾ കഥക് തുറന്നു. വാലസ് ജോസഫിനെ മറിയം കണ്ടപ്പോൾ അങ്ങ് സങ്കടമായി. വാലസ് മറന്നുപോയി നാടകം. അവൻ പാവമല്ലേ. അവനിങ്ങനെ നോക്കി നിൽക്കുക. അവനങ്ങ് കരച്ചിൽ വരിക മറിയത്തെ കണ്ടിട്ട്.
ജോസഫ് ചോദിച്ചു, ഇവിടെ സ്ഥലമുണ്ടോ, ഞങ്ങൾക്കൊരു ഇടം തരാമോ? എന്തോ പറയണം മക്കളെന്തോ പറയണം? സോറി, നോ പ്ലേസ് എന്ന് പറയണം. പക്ഷേ വാലസ് പറയുന്നില്ല. അപ്പം ഫ്രണ്ടിൽ ഇരുന്നോണ്ട് ടീച്ചേഴ്സ് എല്ലാം കൂടെ ഷൗട്ട് ചെയ്തു, വാലസ് ടെൽ 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 നോ പ്ലേസ്, നോ പ്ലേസ്, പറ, ഇല്ല സ്ഥലമില്ല, സ്ഥലം നോ പ്ലേസ് എന്ന് പറ. ഓടി വാലസ് ഗതികെട്ട് പറഞ്ഞു, സോറി, നോ പ്ലേസ്. എന്നിട്ട് എന്തോ അടയ്ക്കണം, കഥ അടയ്ക്കണം. തണുപ്പാ, അടച്ചില്ല. ഇവരിറങ്ങിപ്പോയി. വാലസ് ഇങ്ങനെ നോക്കി നിൽക്കുക, അവനങ്ങ് കരച്ചിൽ വരിക. ഇവരങ്ങോട്ട് നടന്നു പോയപ്പം വാലസ് പൊട്ടി തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കട്ടിൽ തന്നേക്കാം, വരാൻ പറഞ്ഞു. ഇനി എങ്ങനെ നാടകം നടക്കും? ഇടയന്മാർ വരണ്ടേ, വിദ്വാന്മാർ വരണ്ടേ, പൊന്നും മൂരും കുന്തിരിക്കാൻ കാഴ്ച വെക്കണ്ടേ, എന്തെല്ലാം കാര്യം നടക്കാനുണ്ട്. അതൊക്കെ ഇനി അങ്ങനെ നടക്കും. എല്ലാം തീർന്നു, നാടകം തീർന്നു. പക്ഷേ ജനങ്ങളെല്ലാം എഴുന്നേറ്റ് ഇന്ന് കൈയടിക്കാൻ തുടങ്ങി. ആ പ്രാവശ്യം ഏറ്റവും നല്ല നാടകമായിട്ട് തിരഞ്ഞെടുത്തു ദ ഇൻ. യൂട്യൂബിൽ ഗൂഗിളിലൊക്കെ കിടപ്പുണ്ട് ദ ഇൻ എന്ന നാടകം. മുഖ്യ കഥാപാത്രം ബാലസ് എന്ന പാവമാണ്. ബാലസിന് ബുദ്ധിയില്ലെങ്കിലും പറഞ്ഞു, ബാ എൻ്റെ കട്ടിലങ്ങ് തരാമെന്ന് പറഞ്ഞു. ഇതിൻ്റെ പേരാണ് രക്ഷിക്കപ്പെടുക. ജ്ഞാനികൾക്കൊക്കത്തില്ല എന്നാൽ കുറേ പാവങ്ങൾ പറയും, ബാ ഇവിടെ എൻ്റെ സ്ഥലത്ത് ഹൃദയത്തിൽ യേശു നിനക്കിടവുണ്ട്. അങ്ങനൊരു ദിവസം ഓർമ്മയുണ്ടോ? അതാണ് രക്ഷിക്കപ്പെടുക. ആ ദിവസം ഒരു ദിവസം. ഇന്ന് വാലന്റൈൻ ഡേയാ. വാലന്റൈൻ ഡേ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ദേവനേശൻ പാസ്റ്റർ എന്നെ ഓടിക്കും. പിള്ളേർക്കെല്ലാം അറിയാം. അപ്പച്ചനെ അറിയത്തില്ല? അറിയാമോ? ഇല്ല. ഇവർക്ക് നിങ്ങൾക്ക് അറിയത്തില്ലേ? പ്രപ്പോസ് ചെയ്തോ വല്ലവരെയും? എല്ലാവരും തന്നോ മക്കളെ? പൂവോ റിക്വസ്റ്റോ വല്ലതും തന്നോ? കിട്ടിയോടാ മക്കളെ? കിട്ടിയോടാ? കൊടുത്തോ? കിട്ടിയോ? ഇല്ല. ഏതായാലും പിള്ളേരൊക്കെ നമുക്കും ഇതൊന്നും അറിയാൻ വയ്യാത്ത. ഇന്നലെ ഒരു മുട്ടയെന്ന് വിരിയാത്ത കൊച്ചിനെ എൻ്റെ പുറകെ നടക്കുക. അങ്കിളെ, എൻ്റെ തന്നെ മോനെ, എൻ്റെ അവനൊരു ഏതാണ്ടൊരു സിൽക്കി ബാറ് വേണം. ഞാൻ ചോദിച്ചു എന്തിനാ? എടാ എനിക്കൊരു 5 സ്റ്റാറിൻ്റെ മേടിച്ചു കൊടുക്കണം, വലിയത്. അവസാനമാണ് ഞാൻ ഓർത്തെ വാലന്റൈൻ ഡേ ആർക്കണ്ട് കൊടുക്കാനാ? മുട്ടയെന്ന് വിരിയാത്തവനും വാലന്റൈൻ ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പഠിക്കുന്ന ഒരു കാലമാണ് ഇപ്പം. കാലം പോയി. ഏറ്റവും നല്ല വാലന്റൈൻ ആരാന്നറിയാം? നമ്മുടെ കർത്താവാ. കർത്താവിന് പറയണം, വാ എൻ്റെ ഹൃദയത്തിൽ അങ്ങേക്കിടമുണ്ട്, എൻ്റെ ഹൃദയത്തിൽ അങ്ങേക്കിടമുണ്ടെന്നൊരു വാക്കൊരാൾ പറഞ്ഞാൽ ആ ഹൃദയത്തിലോട്ട് കർത്താവ് വരും. ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട് അവൻ്റെ അത് ചിലപ്പോൾ ബുദ്ധിമാന്മാർ പറയത്തില്ല. മഹാത്മാഗാന്ധി യേശുവിൻ്റെ വചനങ്ങളെ ഇതുപോലെ അറിഞ്ഞൊരു മനുഷ്യനില്ല. മുഴുവൻ ചിന്തകളും തൻ്റെ ഫിലോസഫിയെ മുഴുവൻ സ്വാധീനിച്ചത് ക്രിസ്തുവിൻ്റെ മൊഴികളാണ്, പ്രത്യേകിച്ച് ഗിരിപ്രഭാഷണം മുതലായ കാര്യങ്ങൾ. പക്ഷേ ഒരിടത്ത് വന്നപ്പോൾ മഹാത്മാഗാന്ധി ഒന്ന് ഇടറിയുന്നു, യേശുവിനെ കർത്താവെന്നും ദൈവമെന്നും അംഗീകരിക്കുവാൻ. അവിടെ മഹാത്മാഗാന്ധിക്ക് സാധിച്ചില്ല, കാരണം ബുദ്ധിരാക്ഷസന്മാർക്ക് അതൊക്കത്തില്ല. എന്നാൽ പാവങ്ങളായ ദൈവമക്കളെ പറയും, എൻ്റെ ഹൃദയത്തിൽ അങ്ങേക്കിടമുണ്ട്. വലിയ ബുദ്ധിമാന്മാർക്കൊക്കാത്തത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കും, ജ്ഞാനികൾക്ക് മറച്ചു വെച്ചിട്ട് ഈ രാത്രി എൻ്റെ ഹൃദയത്തിൽ അങ്ങേക്കിടമുണ്ടെന്ന് വ്യക്തിപരമായി ഏറ്റുപറയുമോ അതിൻ്റെ പേരാണ് രക്ഷിക്കപ്പെടുക. അവിടെ ഒരു കാര്യം സംഭവിക്കും. ഈ ദൈവം നിങ്ങളുടെ ആരാകും? ഈ ദൈവം നിങ്ങളുടെ ആരാകും? പിതാവായിട്ട് ദൈവം ഉണ്ടെന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഞാൻ ഈ ദൈവത്തെ അറിവിൻ്റെ ലോകത്ത് അറിഞ്ഞവനാണ്. എല്ലാവരും അങ്ങനെയാണ്. സൺഡേ സ്കൂളിൽ നമ്മൾ പഠിച്ചു യേശുവിനെ. അത് നമ്മൾ അറിവാ. കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് ഈ അറിവ് അനുഭവമാകും. അതെപ്പോഴാണ്? ദൈവത്തെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോഴാണ്. അപ്പോഴാണ് മനസ്സിലാക്കുക ഈ ദൈവം നമ്മുടെ ആരാ? പിതാവാണെന്നുള്ള അറിവ്. ദൈവത്തെ പിതാവായിട്ടറിയുക. ദൈവം പിതാവാ. ആ പിതാവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. നിങ്ങൾ ചോദിക്കും മുമ്പ് നിങ്ങളുടെ ആവശ്യം അറിയുന്നൊരു പിതാവാണ്. നിങ്ങൾ ചോദിക്കും മുമ്പ് നിങ്ങളുടെ ആവശ്യം അറിയും. ഞാനതിന് ഒരനുഭവം പറയാം. ഞാൻ ഒത്തിരി ആക്കുമ്പോൾ ഇങ്ങനെ തെക്കുന്ന വീട്ടിലോട്ട് പോവുകയാണ്. മണിക്ക് ഒരു 4-4:30 4:30 വൈകുന്നേരം എന്നെ ഒരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷേ ഞാൻ അതുവഴി വരുന്നുണ്ട്, പക്ഷേ എനിക്ക് വീട്ടിൽ കയറാൻ സമയമില്ല, ഞാൻ ടൗണിലോട്ട് വരാം, ഒരാളെ ആരെയെങ്കിലും ടൗണിലോട്ട് ഒന്ന് വിടണം. ഞാൻ ചോദിച്ചു എന്തിനാ? കുറച്ച് സാധനം എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് തരാൻ വേണ്ടി മേടിച്ച കുറച്ച് പ്രോൺസാണ്, ചെമ്മീനാണ്, അത് തരാൻ വേണ്ടിയാണ്. വീട്ടിൽ കയറാൻ എനിക്ക് സമയമില്ല, ആരെങ്കിലും ഒന്ന് വിട്ടേക്കാവോ? ശരി. ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചു. സമയം വൈകുന്നേരം ഏതാണ്ട് 4:30 സ്കൂൾ വിട്ട് പിള്ളേർ വരുന്ന സമയം. ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, അവളെ ഇങ്ങനെ ഇന്നാര് വിളിച്ചു, ഞങ്ങളുടെ ഒരു സുഹൃത്താണ്, അദ്ദേഹം വരുന്നുണ്ട്, വീട്ടിൽ കയറാൻ സമയമില്ല, അതുകൊണ്ട് ടൗണിലോട്ട് ആരെങ്കിലും ഒന്ന് വിട്ടേര്, പുള്ളിയുടെ കുറച്ച് സാധനമുണ്ട്. അവൾ ചോദിച്ചു എന്താ? പ്രോൺസ് ആണെന്ന് കേട്ടപ്പോൾ അവൾ കരയാൻ തുടങ്ങി. ഫോണിൽ കൂടെ എനിക്ക് കേൾക്കാം, വല്ലാതെ വിതുമ്പുന്നു. ഞാനോർത്ത് ഈ പ്രോൺസ് എന്ന് പറയുമ്പോൾ കരയുന്നത് എന്തിനാ? ഞാൻ ചോദിച്ചു നീ എന്തിനാ വിതുമ്പുന്നേ? അപ്പോൾ എൻ്റെ ഭാര്യ ഉണ്ട് പറഞ്ഞു, മോള് കുഞ്ഞ് സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ആ ബായി അങ്ങോട്ട് താത്ത് വെച്ചിട്ട് പറഞ്ഞു, അമ്മ ഇന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ
ഒരു കൂട്ടുകാരത്തി പ്രോൺസ് ബിരിയാണി വെച്ചോണ്ട് വന്നു. ഞങ്ങൾക്ക് ഇച്ചിരി തന്നു. എന്നോ രുചിയാണെന്നറിയാമോ? അതുകൊണ്ട് ഇച്ചിരി പ്രോൺസ് ബിരിയാണി വെച്ച് തരാമോ? എടുത്ത വൈകിട്ട് അവളൊരു കൊട്ടേഷൻ അടിച്ചു. ഈ വീട്ടിൽ നടക്കത്തില്ലെന്നറിയാം, നമ്മുടെ കാര്യങ്ങൾ നടക്കത്തില്ലെന്നറിയാം, പിന്നെ പറഞ്ഞെന്നേ ഉള്ളേ എന്നൊരാക്കിയൊരു വർത്താനം. ഇത് പറഞ്ഞ് വായിലിട്ടില്ല. അപ്പോഴാണ് സുഹൃത്ത് വിളിക്കുക, പ്രോൺസുമായിട്ട് വരുന്നുണ്ട്. ഞാൻ ആ സുഹൃത്തിനോട് ചോദിച്ചു, എപ്പോഴാണ് മേടിച്ചേ, എവിടുന്ന് കിട്ടിയാ? ഉച്ചയ്ക്ക് ആലപ്പുഴ വഴി വന്നപ്പോൾ പ്രോൺസ് ഇരിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് തരാമെന്ന് വെച്ച് മേടിച്ചതാണ്. ഞാൻ എൻ്റെ മക്കളെ വിളിച്ച് പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ മോളാണെങ്കിൽ ചോദിച്ചാൽ കിട്ടും, ഡോക്ടറുടെ മക്കളാണെങ്കിൽ പറഞ്ഞാൽ കിട്ടും. പക്ഷേ നീ ഉച്ചയ്ക്ക് ചിന്തിച്ചു വൈകുന്നേരം പറയണം. അപ്പോൾ ആലപ്പുഴ വഴി വന്ന ഒരുവനോട് മേടിച്ചോളം പറഞ്ഞത് ഈ അപ്പൻ്റെ മക്കൾക്ക് മാത്രമുള്ള പ്രിവിലേജാണ്. ഇതാണ് ഈ അപ്പൻ്റെ പ്രത്യേകത. ചോദിക്കും മുമ്പ് അറിയുന്നൊരപ്പൻ. ഈ അപ്പൻ്റെ മക്കളായി തീരുന്നതിനെക്കാട്ടിലും വലിയൊരു ഭാഗ്യപദവി ഉലകത്തിൽ എന്താ? അതൊരു അപമാനമൊന്നുമല്ല. ഞങ്ങളെന്തിനാ സുവിശേഷം പ്രസംഗിക്കുന്നത്? ഞങ്ങൾക്ക് ലോകത്തെല്ലാവരോടും പറയാനൊരു സന്ദേശമുണ്ട്, ഈ ദൈവം ഞങ്ങളുടെ അപ്പനാണെന്ന്. ഞങ്ങളുടെ അപ്പനെക്കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും ലജ്ജിക്കാനാ? ഇത്ര നല്ലൊരു പിതാവിനെ പരിചയപ്പെടുത്തുന്നതിൻ്റെ പേരാണ് സുവിശേഷ വേല. ഇത്ര നല്ലൊരു പിതാവിനെ പരിചയപ്പെടുത്തുന്നതിൻ്റെ പേരാണ് സുവിശേഷ വേല. ഈ നല്ല പിതാവിനെ എല്ലാവരോടും പറയുക, ഇങ്ങനൊരു അപ്പനുണ്ട്, ജീവൻ തന്ന് സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ട്, കൈവിടാത്തൊരപ്പനുണ്ട്. ആ അപ്പൻ്റെ മക്കളായി തീരുക. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളായി തീരുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതില്ലെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് പറയണം, എൻ്റെ ഹൃദയത്തിൽ അങ്ങേക്ക് ഇടമുണ്ട്. ഹല്ലേലൂയ. ഞാനൊരു സുവിശേഷകൻ, എൻ്റെ ഹൃദയത്തിൽ അങ്ങേക്കിടമുണ്ട്. ആ ഇടം കിട്ടിയവരെന്ത് ചെയ്യണം? ഈ അപ്പനെ പരിചയപ്പെടുത്തണം. അതിൻ്റെ പേരാണ് സുവിശേഷ വേല. ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ളൊരു കാര്യം അപ്പനെ പരിചയപ്പെടുത്തുകയാണ്. അപ്പനെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ എന്തൊരു സംതൃപ്തിയാണെന്നറിയാമോ? അതിൻ്റെ പേരാണ് സുവിശേഷ വേല. എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരായുസ് തരുമ്പോൾ എനിക്ക് ഈ സുവിശേഷ വേല ചെയ്യുവാൻ താല്പര്യം ഉണ്ടെന്ന് ആരുടെയെങ്കിലും ഹൃദയത്തിൽ പറയുന്ന, പ്രത്യേകിച്ച് മക്കളുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്താമോ? ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യം തരുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ. മക്കളെ, ഞാൻ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യമുള്ളൊരു കാര്യം കർത്താവിൻ്റെ വേല ചെയ്യുക. കർത്താവിൻ്റെ വേല ചെയ്യുക. അതിനെപ്പോലൊരു ഭാഗ്യം പുണ്യം ഭൂമിയിലില്ല. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി കിടക്കുമ്പോൾ എന്തൊരു സംതൃപ്തിയാണെന്നറിയാമോ? ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പറയും, പ്രയാസമൊന്നും ഇല്ലെന്നൊന്നും പറയത്തില്ല. ദുഃഖവും പ്രയാസവും കഷ്ടതയും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ഭയങ്കര മാനസിക സന്തോഷം തരുന്നൊരു കാര്യമാണ് ഒരാളെ രക്ഷിക്കപ്പെട്ടാൽ. ഒരാൾ സ്നാനപ്പെടാൻ തീരുമാനിക്കുമ്പോൾ നമ്മുടെ അകത്തുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. ആ സന്തോഷമൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. കാരണം അപ്പനെ പരിചയപ്പെടുത്തുന്ന ശുശ്രൂഷ, സുവിശേഷ വേല. എനിക്ക് എൻ്റെ ആയുസ്സിൽ എൻ്റെ കുഞ്ഞുങ്ങളെന്നെ നോക്കിയേ, ലോകം അതിൻ്റെ മോഹം നീങ്ങിപ്പോകും. ഇവിടെ നമ്മൾ എന്ത് നേടിയാലും ഇവിടം കൊണ്ട് തീരും. എന്നാൽ നിത്യതയിൽ പ്രതിഫലം കിട്ടുന്ന ഒരാളുണ്ട്. ഇടയശ്രേഷ്ഠം പ്രത്യക്ഷപ്പെടുമ്പോൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം നൽകും. നിങ്ങളെൻ്റെ പ്രശംസയാണ്, പ്രശംസാ കിരീടങ്ങൾ കിട്ടും. അങ്ങനെയെങ്കിൽ എൻ്റെ ആയുസ്സിൽ കർത്താവിൻ്റെ വേല ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കര ഉയർത്താമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ, അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ, ആ സഹോദരനെ ദൈവം അനുഗ്രഹിക്കട്ടെ, പിതാവിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വേല ചെയ്യണം. കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിൽ പരം ഒരു ഭാഗ്യമില്ല. സുവിശേഷ വേല അത് വലിയൊരു ഭാഗ്യം. എന്താ? ഈ അപ്പനെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ 1-ാം അധ്യായത്തിൽ ഒരു പുതിയ ദൈവിക വെളിപ്പാട് കാണുക. ദൈവം മനുഷ്യനായി നമുക്ക് തൊടാവുന്ന ഭാഗത്തിൽ ആ ദൈവത്തെ സ്വീകരിക്കുമ്പോൾ അപ്പൻ്റെ മക്കളായി മാറും. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകുക, 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ എന്തുണ്ടായിരുന്നു? കല്യാണം ഉണ്ടായിരുന്നു. അവിടെ യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചിരുന്നു. അവർക്ക് വീഞ്ഞ് പോരാതെ വന്നപ്പോൾ അവർ യേശുവിൻ്റെ അടുക്കൽ ചെന്നു. ആര് ചെന്നു? അമ്മ ചെന്ന് പറഞ്ഞു. അവർക്ക് എന്തില്ല? വീഞ്ഞില്ല. ഇവിടെയാണ് ഒരു വലിയ അറിവുണ്ട്. ഒരു വീട് 2-ാമത്തെ അധ്യായത്തിൽ പുതിയ വീഞ്ഞ്, ഒരു കല്യാണ വീടാണ്. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ യേശു ചെയ്തൊരു അടയാളമാണ്. അവിടെ ഒരു അമ്മയുണ്ടായിരുന്നു, യേശുവിൻ്റെ അമ്മയാണ്. അമ്മ അത് അറിഞ്ഞു. എന്തറിഞ്ഞു? വീഞ്ഞ് തീരാന്നറിഞ്ഞു. അമ്മ എന്ന് പറയുന്ന വലിയൊരു അറിവാണ്. അമ്മമാരെല്ലാം ഒന്ന് കൈപൊക്കിക്കുക. അമ്മമാർ എല്ലാ പിള്ളേരും തിരിഞ്ഞൊന്ന് നോക്കിക്കുക. അമ്മമാരെ കണ്ടോ? അമ്മയെ കണ്ടോ? അമ്മ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താ? ഞാൻ പറയും, അമ്മ എന്ന് പറയുന്നത് ഒരറിവാണ്. ഏത് പിള്ളേരും ഒന്ന് ഇടറിപ്പോയാൽ അപ്പൻ അറിയുന്നതിന് മുമ്പ് ആരറിയും? അമ്മ അറിയും. അപ്പൻ ചിലപ്പോൾ അറിയത്തില്ല. അതിന് വേദപുസ്തകത്തിൽ തെളിവുണ്ട്. ലോത്തെന്ന് പറയുന്ന ഒരു പാവമാണ്. അവിടുത്തെ അമ്മ മരിച്ചില്ല, ഉപ്പുതൂണായിപ്പോയി. അമ്മ ഉപ്പുതൂണായിപ്പോയ അമ്മയുടെ വീട്ടിൽ ഒരു കുഴപ്പമുണ്ടായി.
അപ്പൻ്റെ കൂടെ പിള്ളേർ കിടന്നു എഴുന്നേറ്റു. അവിടെ എഴുതിയിരിക്കുന്നു, ആരറിഞ്ഞില്ല? അപ്പനറിഞ്ഞില്ല. ദുരന്തം പിടിച്ചൊരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ വേദവസം എഴുതി വെച്ചു, വലഞ്ഞു പോയ നീതിമാനായ ലോത്ത്. വലിയ കാര്യം, അമ്മ ഉപ്പുകളായി പോയ വീട്. അമ്മയില്ലാത്ത വീട് വലിയ സങ്കടമാണ്. അപ്പോൾ അമ്മയുള്ള വീടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അറിയും. പിള്ളേരുടെ ഏത് കുരുത്തക്കേടും അമ്മ അറിയും. പെങ്കച്ചെടിയായിട്ട് ഇച്ചിരി മുറിക്കാത്തിരിക്കുന്നു, എന്തൊക്കെ എടി നിനക്കെന്നാ പറ്റിയേ, പറയടി എടി എന്തോ അടി. എത്ര അമ്മമാരെ. പക്ഷേ ഏതാണ്ട് കുഴപ്പമുണ്ട്. പക്ഷേ ആത്മാവ് പറഞ്ഞ പോലെ അങ്ങ് ചെന്നങ്ങ് പറഞ്ഞാൽ മതി. ഏതാണ്ട് കുഴപ്പമുണ്ട്. ഞാൻ പറഞ്ഞു, എന്നെ കൂടെ നരകത്തിൽ കൊണ്ടിടാൻ എൻ്റെ ആത്മാവിന് കള്ളം പറയിപ്പിക്കണോ? അല്ല പക്ഷേ അവൾക്ക് എല്ലാ പിള്ളേരുടെയും കുരുത്തക്കേട് കണ്ടുപിടിക്കുന്ന ആരാ? അമ്മയാണ്. അമ്മ അറിയും. എന്നോട് പിള്ളേരൊക്കെ യൂത്ത് ക്യാമ്പിലൊക്കെ പ്രസംഗിച്ച് കഴിയുമ്പോൾ ചോദിക്കും, പാഷക്ക് പ്രേമം ഒന്നും ഉണ്ടായില്ലേ? പാഷക്ക് ഇത് പറയുമ്പോൾ ഞാൻ പറയും, എൻ്റെ കൊച്ചേ, എനിക്ക് പ്രേമം തോന്നിയതിന് എന്നോട് തോന്നിയില്ല, എനിക്ക് തോന്നിയതിന് എന്നോട് തോന്നിയില്ല, എന്നോട് തോന്നിയതിനോട് എനിക്കും തോന്നിയില്ല. രണ്ടും കൂടെ അടുത്തപ്പോൾ അമ്മ പിടിച്ചു. പിന്നെ അമ്മയുടെ ജോലി എന്താ? പ്രാർത്ഥിക്കുക, പൊട്ടിക്കുക. എൻ്റെ അമ്മ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, പിടിക്കും, അറിയും, പൊട്ടിക്കുകയാണ് അമ്മയുടെ ജോലി. സകലതും പൊട്ടിക്കും. അമ്മാ സമം അറിയുന്നവൾ. അറിഞ്ഞിട്ടത് ആരോട് പറഞ്ഞു? യേശുവിനോട്. എല്ലാ കുറവും ആദ്യം അറിയുന്ന ആരാ? അമ്മയാണ്. ഈ വീടിൻ്റെ പ്രത്യേകത എന്താ? 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ. ഇവിടെ അവർ കല്യാണം നടത്തുകയാണ്. കല്യാണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, കല്യാണത്തിൻ്റെ ശുശ്രൂഷ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാൽ പലപ്പോഴും ശുശ്രൂഷയെക്കാട്ടും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാ? ബാക്കി കാര്യങ്ങൾക്കാണ്, അല്ലേ? സദ്യ ആൾക്കാരെ വിളിക്കുന്നു, കൊടുക്കണം, തികയണം. ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ക്രൈസ്തവ പാരമ്പര്യത്തിൽ തികയണമെന്നുള്ളതാണ്, തികയാതെ പോകരുതെന്നുള്ളതാണ് ക്രൈസ്തവ പാരമ്പര്യം. അതിനൊരു തെളിവ് വേദവസത്തിലുണ്ട്. 5 അപ്പം കൊണ്ട് എന്തുപേരെ പോഷിപ്പിച്ചു? 5000 പോഷിപ്പിച്ചു. എന്നിട്ടോ ബാക്കി പറ. 12 കൊട്ടം മിച്ചം എടുത്തു. എന്തിനാ? എനിക്കും അത് 12 കൊട്ടം. പക്ഷേ ആ അറിവ് എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയത്, ഒരു പാവം പിടിച്ച ഉപദേശി അങ്ങനെ ഒരു കൺവെൻഷൻ പ്രാർത്ഥിച്ചപ്പോഴാണ്. പുള്ളിക്കാരൻ്റെ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ആ പാവം പിടിച്ച ഉപദേശി എഴുന്നേറ്റ് 1.5 പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിച്ചു. സർവശക്തനായ ദൈവമേ. പിന്നെ ഒരു പ്രാർത്ഥന, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച്, ആ 5000 പോഷിപ്പിച്ച് എല്ലാത്തിനെയും 50 വീതം ഇരുത്തി നിറച്ച് കൊടുത്ത്, അത് മിച്ചം വന്നത് ആ അപ്പോസ്തലൻ പറഞ്ഞു പറക്കടാന്ന് പറഞ്ഞ് കൊട്ടയും കൊടുത്തു വിട്ട് 12 കൊട്ടം പറച്ച് നിറപ്പിച്ചിട്ട് ആ 12 അപ്പോസ്തലന്മാരുടെ തലയിലോട്ട് ആ കൊട്ട പിടിച്ചു കൊടുത്തിട്ട് കൊണ്ട കൊടുക്കടാ വീട്ടിൽ നിന്ന് പറഞ്ഞ് 12 മുക്കവക്കുടിയിലെ പട്ടിണി മാറ്റിയ എൻ്റെ കർത്താവേ. 2 അടിയുടെ നെഞ്ചത്ത് 12 മുക്കവക്കുടിയിലെ എന്തോ മാറ്റി, പട്ടിണി മാറ്റിയ കർത്താവേ. അപ്പം തികയണം, മിച്ചം വരണം. അതൊരു ക്രൈസ്തവ പാരമ്പര്യമാണ്. മിച്ചം വരുന്നത് എന്തിനാ? പെൺപിള്ളേരൊക്കെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ പറയും, എടി ആ കാരണവന്മാർ പറയും, എടി വൈകിട്ടത്തേനുള്ളത് എന്ത് ചെയ്യും? കൊണ്ടുപോയി. ഇനി വീട്ടിൽ പോയിട്ടൊന്നും എന്ത് ചെയ്യണ്ട, വെക്കണ്ട. അയൽപക്കത്തെ വീടുകളിലൊക്കെ ഇച്ചിരി കൊടുക്കും. അതൊരു ക്രൈസ്തവ പാരമ്പര്യം. മോശപ്പെട്ട പാരമ്പര്യമാണോ? അല്ല. എന്നാൽ ചിലരുണ്ട്, അവരെന്തോ ചെയ്താലും തികയത്തില്ല. അങ്ങനെയുള്ളവരുണ്ട്. അവർ ഇടയോഗം നടത്തിയാലും തികയത്തില്ല. ഈ ഇടയ്ക്ക് ഒരു ഇടയോഗം നടത്തിയപ്പോൾ അവിടെ ഒന്നുമില്ല. ഒത്തിരി പേരെ വിളിച്ചിട്ട് അപ്പവും കറിയും ചിക്കൻ കറിയാണെന്നാണ് പറയുന്നത്. നമ്മുടെ പിള്ളേരല്ലേ, പുറത്ത് കമൻറ്റ് കേൾക്കാം, പാസ്റ്ററെ ചിക്കൻ ഇല്ല, മുങ്ങൽ വിദഗ്ധരെ വിളിക്കട്ടെ. എന്തിനാ? കഷ്ണം ഉണ്ടോ എന്ന് നോക്കാൻ. അപ്പം വേറൊരുത്തൻ പറയുന്നു, ഇത് ന്യൂ ട്രെൻഡാണ്, ചിക്കൻ അരച്ച് ചേർത്തേക്കുക. ഗതികെട്ടന് എന്ത് മനുഷ്യരാരൊക്കെ. അപ്പം കൊടുക്കണ്ടേ. പിള്ളേർ പറയാം മുങ്ങൽ വിദഗ്ധരെ വിളിക്കാൻ. അടുത്ത കമൻറ്റ്, അരച്ച് ചേർത്തേക്കുക. എൻ്റെ പൊന്നെ, കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ കൊടുക്കണ്ടേ. ഇതൊരു ക്രൈസ്തവ പാരമ്പര്യ. ഇവിടെ തികയത്തില്ല. നാണക്കേടല്ലേ? തികഞ്ഞില്ല, നാണക്കേടാണോ? പറ. നാണക്കേടാ. ഇവരൊത്തിരി കണക്ക് കൂട്ടിയതാണ്, പക്ഷേ കണക്കെല്ലാം തെറ്റിപ്പോയി. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ അവിടെ ഒരു കല്യാണം നടന്നു, വലിയ കല്യാണമാണ്. പക്ഷേ തലേദിവസം ഒരു ബന്ധു വന്നപ്പോൾ ഇവരോർത്ത് ആരും വരത്തില്ലെന്ന്. 2000 പേരെ വിളിച്ചത് 500 പേരാക്കി. പക്ഷേ കല്യാണത്തിന് എല്ലാവരും വണ്ടിയിൽ എഴുതി ഒട്ടിച്ച് വിവാഹമെന്നും പറഞ്ഞുകൊണ്ട് സകുടുംബ സാന്നിധ്യം കല്യാണത്തിന് വന്നപ്പോൾ ഒത്തിരി പേര്, ആർക്കും കിട്ടിയില്ല. ഞങ്ങളും ഉണ്ടായിരുന്നു, കിട്ടിയില്ല. ഒത്തിരി നാൾ കഴിഞ്ഞ് ഒരിടത്ത് നിൽക്കുമ്പോൾ എൻ്റെ അമ്മ കൂടെ ഉണ്ട്. എൻ്റെ അമ്മ, ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഈ മോനെ അറിയാമോ? ആരാ മോനെ? ഇത് ഇന്ന വീട്ടിൽ 8ത്തെ വായിൽ. എൻ്റെ അമ്മ ചോദിച്ചു, എടാ ഇവരുടെ കല്യാണത്തിന് പോയപ്പോഴല്ലേ കിട്ടാതെ വന്നത്? അയ്യോ, അപ്പം ആ ചെറുക്കനങ്ങ് ഉരുകി. ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ എൻ്റെ മക്ക യൂടാ അപ്പത്തം പറ്റിപ്പോൾ, അയ്യോ എനിക്ക് അങ്ങ് വയ്യ, ഞാൻ അങ്ങ് പറഞ്ഞു പോയി, ഇനി എന്തോ ചെയ്യാനാ? അപ്പോൾ എൻ്റെ മറക്കത്തില്ല. തികയാതെ വന്നാൽ മറക്കുമോ? ഇല്ല, നിത്യലജ്ജയ്ക്ക് വേണ്ടി പോകും. പക്ഷേ ഇവിടെ ആരുണ്ടായിരുന്നു? യേശു. എല്ലാ മനുഷ്യൻ്റെയും കണക്കൂട്ടുകൾ ചിലപ്പം തെറ്റിപ്പോവും. കണക്കൂട്ടുകൾ തെറ്റുമ്പോഴാണ് ആരുള്ളത്? യേശു ഉള്ളത്. അങ്ങനെ കണക്കൂട്ട് തെറ്റിപ്പോയ എത്രയോ പേരെ എനിക്കറിയാം. പ്രിയപ്പെട്ടവർ, ചിലപ്പം ആരോഗ്യത്തിൻ്റെ കണക്കൂട്ട് തെറ്റാം. എനിക്കറിയാവുന്ന ഒരു സംഭവം, ഞാനിങ്ങനെ പ്രസംഗിച്ചിട്ട് ഇറങ്ങുമ്പോൾ, ശുശ്രൂഷിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഒരു സഹോദരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ എൻ്റെ കാര്യമാണ് പ്രസംഗിച്ചത്. ഞാൻ ചോദിച്ചു, അതെന്നാ?
എൻ്റെ ഭാര്യയ്ക്ക് നല്ല മുടിയായിരുന്നു, പക്ഷേ അവൾ അതീവ സുന്ദരിയായിരുന്നു. അവിടെ മുടി എന്നൊക്കെ പറഞ്ഞാൽ മുട്ടിന് താഴെ കിടക്കുന്ന മുടിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു സ്വകാര്യ അഹന്തയുണ്ടായിരുന്നു. വൈകുന്നേരം എനിക്ക് കാറൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ബുള്ളറ്റിൽ എൻ്റെ ഭാര്യയുമായിട്ട് പോകും. അവളിങ്ങനെ കുളിപ്പിനിലൊക്കെ ഇട്ടി മുടിയിട്ടിരിക്കുന്ന എൻ്റെ ഭാര്യയും കൊണ്ട് എനിക്ക് ബുള്ളറ്റിൽ പോകുന്നത് ഒരു സന്തോഷമായിരുന്നു. പക്ഷെ പെട്ടെന്നായിരുന്നു ഒരു ബയോപ്സി. നേരെ RCC തിരിച്ചു വന്നപ്പം മുട്ടിന് താഴെയുള്ള മുടിയില്ല, വിഗ്ഗ. ആദ്യം ചെയ്തത് ബുള്ളറ്റ് എടുത്ത് വിറ്റു. ഇനി ആരെ കെട്ടാൻ? ആരോഗ്യത്തിൻ്റെ കണക്ക് തെറ്റാം, മനുഷ്യൻ്റെ ജോലിയുടെ കണക്ക് തെറ്റാം. എല്ലാം NRE ലോണാണ്. പക്ഷെ പെട്ടെന്നാണ് ജോലി പോയത്. ഇനി എന്തോ ചെയ്യും? പോട്ടെ, എല്ലാം തെറ്റാം. മക്കളെക്കുറിച്ചുള്ള കണക്കുകൾ തെറ്റും. അതിന്ന് ഒത്തിരി ഇടത്ത് സംഭവിക്കുന്നു. കുഞ്ഞുങ്ങൾ കൊച്ചു പഠിക്കാൻ പോയി, നേഴ്സാ, മിടുക്കിയ, സുന്ദരിയ, അവൾ പഠിച്ചു. അപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്, അവളെ നല്ല കുടുംബത്തിൽ നിന്ന് അമേരിക്ക ആരെങ്കിലും വന്ന് കെട്ടിക്കൊണ്ട് പോകും, രക്ഷപ്പെടത്തില്ലേ അടുത്തവരെ കെട്ടിക്കാൻ. പക്ഷെ കല്യാണാലോചന വന്നപ്പോൾ അവളിങ്ങനെ മിണ്ടാതൊക്കെ നിന്നു. ഞാനിപ്പം കെട്ടണ്ട, ഞാൻ കുറച്ചാൾ ജോലി ചെയ്യട്ടെ. അപ്പോൾ അപ്പം പറഞ്ഞ് ജോലി ഒന്നും ചെയ്യണ്ട, നീ ഞാൻ കെട്ട്, മക്കളെ കല്യാണം നടക്കട്ടെ. കല്യാണാലോചന മുറുകിയപ്പോൾ അവളുള്ള പറഞ്ഞു, എനിക്ക് ഒരാളുമായിട്ട് സ്നേഹമാണ്. ആരുമായിട്ടാണ് ചോദിച്ചപ്പോഴാണ് വിദ്യാഭ്യാസമുണ്ടോ? അതില്ല. വിശ്വാസമുണ്ടോ? അതില്ല. എങ്ങാണ്ട് ഒരുത്തനുമായിട്ട് പ്രേമമാണ്. ഇത് എവിടുന്ന് കിട്ടിയ? ഇൻസ്റ്റയിൽ എൻ്റെ കൂട്ടുകാരൻ്റെ കൂട്ടുകാരനായിരുന്നു. കണ്ടിട്ട് പോലും ഇല്ല, പിന്നെങ്ങാണ്ട കണ്ടത്. അയയുന്നില്ല. പെങ്കൊച്ചിങ്ങനെ നിൽക്കുക. അപ്പം പറഞ്ഞു, ഉണ്ടേലുണ്ട്, ഇല്ലേരില്ല, ഇതൊന്നും ഞാൻ വെട്ടി കണ്ടിച്ചു കളയും. എവിടെ? അവൾ കൂളായിട്ട് നിൽക്കുക, വെട്ടി കണ്ടിച്ചു. അപ്പോൾ അമ്മയുടെ ഒരു വജ്രായുധം എടുത്തു. അമ്മ അപ്പനെയൊക്കെ എടി നിനക്ക് കെട്ടപടി, എടി നിനക്ക് കെട്ടണോ? എനിക്ക് നിങ്ങളെ തിരുവനന്തപുരത്തുകാരെ അറിയത്തില്ല, എൻ്റെ അമ്മ, ഞങ്ങളുടെ നാട്ടുകാർ, റാന്നിക്കാർ, എൻ്റെ വല്യമ്മ ഒക്കെ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. നിനക്ക് കെട്ടണോടി? എടി നിനക്ക് കെട്ടണമെന്ന്. എടി നിനക്ക് അവനെ കെട്ടണോ? പറയടി, എടി പറയടി. ഇടിക്കുന്ന അമ്മമാരെ കണ്ടിട്ടുണ്ടോ? ഉണ്ടടി പിള്ളേരെ? പറയടി. അമ്മ ഇടിച്ചാന്ന് എടി. പണ്ട് രക്ഷപ്പെട്ട എങ്ങനെയാണെന്നറിയാം, ചിലപ്പം കരഞ്ഞ് കാണിക്കും. ഇങ്ങനെ ഞാൻ 9 മാസം, അപ്പോഴത്തേനൊരു വൈബ്രേഷനൊക്കെ ഉണ്ട്. 9 മാസം അതിപ്പോൾ അങ്ങ് പൊട്ടിപ്പോയി. കാരണം 9 മാസത്തിൻ്റെ കണക്ക് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ ഒരു ചെറുക്കൻ ചോദിച്ചു, അമ്മ എന്തിനമ്മേ 9 മാസം? അത് ഞാൻ നിന്നെ നോത്തില്ല, അതിന് എന്നോട് നന്ദി വേണ്ടേ? അതിനാ 9 മാസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് പ്രസവന് വന്നപ്പോൾ ഞാൻ ഇറങ്ങി വന്നില്ലായിരുന്നേ, അമ്മ എന്തോ ഇതിനെ. അമ്മ നെഞ്ചു പൊട്ടി ചത്തുപൂത്തില്ലായിരുന്നു. അപ്പം ജീവിച്ചിരിക്കുന്ന ഞാൻ വന്നോണ്ടാ, മര്യാദയ്ക്ക് ഇറങ്ങി വന്നോണ്ടാ, നന്ദി എന്നോട് വേണമെന്ന്. അതാണ് ന്യൂജൻ. അപ്പം പിന്നെ അമ്മ എന്തോ ചെയ്തു? ഇടിച്ച് കാണിച്ചു. ഇപ്പോഴത്തെ ഇടിച്ചാൽ എരിയോ? പണ്ട് ഒരു 3 ഇടി ഇടിച്ചപ്പം പെണ്ണ് പറഞ്ഞു, എനിക്ക് കെട്ടുക വേണ്ട, എനിക്ക് കെട്ടുക വേണം, എനിക്ക് അത് വേണം, ഞാൻ ഇത് കെട്ടത്തില്ല, എനിക്ക് കെട്ടിട്ട. ഇനി അമ്മ ഇടിക്കല്ല, തീർന്നു. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ മുമ്പ് ഇടിച്ചാൽ ഉണ്ടല്ലോ, അവളിങ്ങനെ നിൽക്കും. അമ്മയുടെ ചങ്ക് കലങ്ങുമെന്നല്ലാതെ ഒരു കാര്യമില്ല. അപ്പം തിയേറ്ററിൽ നിന്നൊരു പാട്ട്, നെഞ്ചിലാകെ കല്ലാണ്, മൊത്തം കല്ല, അത് അരിയുന്ന സാധനമല്ല. ആണോ? അല്ല. അപ്പോഴാണ് അമ്മയ്ക്ക് തോന്നിയത് ഉദരബന്ധനം കൂടോത്രമാണ്. അവൻ കൈവേഷം കൊടുത്തു. അവൻ കൈവേഷം. എന്നെ വിളിച്ചോണ്ട് പോയി പ്രാർത്ഥിച്ച് വെള്ളം കൊടുക്കാൻ. പെണ്ണിൻ്റെ ചെവി പറഞ്ഞു, കുട്ടക കണക്കിന് വെള്ളം അമ്മ ഒത്തിരി പേരെയും കൊണ്ട് തന്നു, ഇത് പൊട്ടത്തില്ലെന്ന്. എൻ്റെ പൊന്നു ഭാഷ, ഇത് പൊട്ടുന്ന കൈവേഷം അല്ലെന്ന്. കുട്ടക കണക്കിന് വെള്ളം കുടിപ്പിച്ച് പോത്തില്ല, ഞാൻ നിന്ന് കുടിച്ചോളാം, ഭാഷം തന്നു, പക്ഷെ പൊട്ടത്തില്ല. എന്തോ ചെയ്യാനാ? ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് കണക്കുകൾ തെറ്റുന്നത്. പക്ഷേ 1000 കുടുംബങ്ങളിൽ എളിയവൻ കണ്ടിട്ടുണ്ട്, കണക്ക് തെറ്റുമ്പോൾ ഒരാൾ വരും. കണക്ക് തെറ്റുമ്പോൾ ഒരാൾ വരും. അവിടുത്തെ പേരാ യേശു. ഒരൊറ്റ ബയോപ്സിയുടെ റിസൾട്ട് മതി കണക്ക് തെറ്റാൻ. ഒരൊറ്റ കുഞ്ഞിൻ്റെ വിഷം മതി കണക്ക് തെറ്റാൻ. പക്ഷേ എനിക്കൊരു കർത്താവിനെ അറിയാം, ഏത് കണക്ക് തെറ്റിയാലും വരുന്നൊരു കർത്താവുണ്ട്. റിഖാൻ, നക്കതന, ഹാന്തന, ശബന, അടകന, റിഗല, റഗനെ. ഈ രാത്രി ആ യേശുവിനെ ഞാൻ പരിചയപ്പെടുത്തുന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയമുള്ളവരെ, കണക്കുകൾ തെറ്റിയവരാകാം നിങ്ങൾ. കുടുംബത്തിൻ്റെ കണക്ക് തെറ്റിക്കാണാം, സാമ്പത്തികത്തിൻ്റെ കണക്ക് തെറ്റിക്കാണാം, ബിസിനസ്സിൻ്റെ കണക്ക് തെറ്റിക്കാണോ? അല്ലെങ്കിൽ ഒത്തിരി പ്രതീക്ഷയോടെ വല്ല ബിസിനസ് തുടങ്ങുന്നത്, കടമൊക്കെ എടുത്ത് തുടങ്ങുന്ന ആരും മണ്ടന്മാരല്ല. ബിസിനസ്സുകാരോട് എനിക്ക് അഭിമാനമാണ്. അവർ ഇച്ചിരി ധൈര്യമൊക്കെ വേണ്ടേ? ലോണൊക്കെ എടുത്ത് അവർ ചാടി ഇറങ്ങി. പക്ഷേ വിചാരിച്ച പോലെ കാര്യങ്ങൾ പോയില്ലെങ്കിൽ എല്ലാം ബാധ്യതയാകും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അവരെ മണ്ടന്മാരെന്ന് വിളിക്കും. പക്ഷേ അവർ ധൈര്യമുള്ളവരല്ലേ? ബിസിനസ് ചെയ്തുകൊണ്ടല്ലേ അവിടെ കണക്ക് തെറ്റിയത്. ചെയ്തില്ലായിരുന്നെങ്കിൽ വല്ലതും പറ്റുമോ? ഇല്ല. പക്ഷെ കണക്കുകൾ തെറ്റുമ്പോൾ പിഴയ്ക്കാത്ത കണക്കുകളുള്ള ഒരാളുണ്ട്. യേശു ഈ രാത്രി വിളിക്കണം, കർത്താവ് ഇന്നിടത്ത് എൻ്റെ കണക്ക് തെറ്റിയിട്ടുണ്ട്, എൻ്റെ കണക്കൂട്ടുകൾ തെറ്റിയിട്ടുണ്ട്. അവിടേക്ക് വരാൻ കർത്താവിനെ വിളിച്ചാൽ ഇനി ചെവി അറിയാതെ വന്ന് പരിഹരിക്കാൻ കഴിവുള്ള ഒരാളുടെ പേരുണ്ട്. ആ പേരാണ് നസറേനായ യേശു. അവിടെ വന്നോ, അത്ഭുതം നടക്കും, അത്ഭുതം നടക്കും, അത്ഭുതം നടക്കും. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ എത്രയോ വട്ടം
കണക്കുകൾ തെറ്റിയിട്ടുണ്ട്. എത്രയെല്ലാം കാര്യങ്ങളിൽ കണക്കുകൾ തെറ്റി. ഞാനും എൻ്റെ ഭാര്യയും കൂടെ നേരം വെളുക്കുവോളം കണ്ണി നോക്കിയിരുന്ന രാത്രികളുണ്ട്. പക്ഷേ ഒന്നെനിക്കറിയാം, അത്ഭുതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ രാത്രി എന്നെ കേൾക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് തൊട്ട് ദൂത് പറയുക, നിൻ്റെ കുഞ്ഞിനെക്കുറിച്ചുള്ള കണക്ക് തെറ്റിയോ, നിൻ്റെ ഭർത്താവിനെക്കുറിച്ചുള്ള കണക്ക് തെറ്റിയോ, നിൻ്റെ ബിസിനസ്സിനെ കുറിച്ചുള്ള കണക്ക് തെറ്റിയോ, നിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള കണക്ക് തെറ്റിയോ, നിൻ്റെ ജീവിതത്തിൻ്റെ കണക്കുകളും കണക്കുകൂട്ടലും തെറ്റിയോ, ഒരുവൻ വന്നിട്ടുണ്ട്. അവിടുത്തെ പേര് നസറേത്തിലെ യേശു, ജഡാവതാരം എടുത്ത ക്രിസ്തുവിനോട് പറയുക, ഹല്ലേലൂയ, ഇന്നടത്ത് എൻ്റെ കണക്ക് തെറ്റിയിട്ടുണ്ട്, ഇന്നടത്ത് എൻ്റെ പ്രശ്നമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയാണ് എൻ്റെ കോടാലി കളഞ്ഞു പോയെന്ന് പ്രവാചക ശിഷ്യൻ പറയുന്നു. ഈ രാത്രി പറയാൻ കഴിയുമോ, ഇന്നടത്ത് എൻ്റെ കണക്ക് തെറ്റി. ഹല്ലേലൂയ. എല്ലാവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ കണക്കുകൾ തെറ്റിയിട്ടുണ്ട്. കർത്താവേ, കണക്കുകൾ തെറ്റാത്ത ആരുമില്ല. എളിയവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കണക്ക് തെറ്റി. കണക്ക് തെറ്റുമ്പോൾ വരുന്നൊരു കർത്താവ് ഈ രാത്രി വന്നിട്ടുണ്ട്. എൻ്റെ കണക്ക് തെറ്റി കർത്താവേ. അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മ, പിതാവേ, കുഞ്ഞേ, എൻ്റെ അടുക്കിലേക്ക് യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മുടെ ശ്വാസത്തെക്കാൾ അടുത്ത് ഒരുവനുണ്ട്. ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന ക്രിസ്തു. കണക്ക് തെറ്റി ഓരോരുത്തരുടെയും ജീവിതത്തിൽ. ചിലപ്പോൾ മകളെ കെട്ടിച്ച് വിട്ടത്, കള്ളക്കടവെടുത്ത് കഷ്ടപ്പെട്ട പൊന്നിനെ കെട്ടിച്ചു വിട്ടത്. പക്ഷെ ആ കൊച്ചിന് അവിടെ സമാധാനമില്ല, അവിടെ വലിയ പോരാ. കണക്ക് തെറ്റി. പൊന്നെ പൊടിയെന്ന് വളർത്തിക്കൊണ്ട് വന്നതിൻ്റെ കണക്ക് തെറ്റി. പക്ഷേ എൻ്റെ യേശുവിൻ്റെ കണക്ക് തെറ്റത്തില്ല. യേശുവിനെ കുറിച്ചുള്ള കണക്ക് തെറ്റത്തില്ല. വന്നിട്ടുണ്ട് ഈ രാത്രി യേശു. ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ഈ ശബ്ദം പുറത്തു കേൾക്കുന്ന മനസ്സിലെ സഹോദര, നിങ്ങളുടെ മതം നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം, നിങ്ങളുടെ ജാതി നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം, നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം. പക്ഷെ താങ്കൾ കണക്ക് കിട്ടിയവരാണോ? കണക്കുകൂട്ടലുകൾ തെറ്റിയവനാണോ? ജാതി മത വർഗവർണ്ണങ്ങൾക്കപ്പുറമായി ഈ രാത്രി പിഴച്ച കണക്കുകൾക്കകത്ത് പിഴയ്ക്കാത്ത കണക്കുകളുമായി എൻ്റെ യേശുവിനെ ക്ഷണിക്കുക. വന്നാട്ടപ്പ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമോ? പറയുമോ, ഇന്നിടത്താണ് എൻ്റെ തെറ്റിയത്. റഖാന, ഹംതുനിയ, ഷഗനിയ, അത്തനിയ, റഗനിയ, റന്ധന, ദീഖാന, റബന. യേശുവെ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ നന്ദി. 2-ാം അധ്യായത്തിൽ കണക്കുകൾ തെറ്റിയെടുത്ത് ദൈവം അത്ഭുതം ചെയ്യുക. 1-ാം അധ്യായത്തിൽ ഒരു പുതിയ ദൈവിക വെളിപ്പാട്, 2-ാം അധ്യായത്തിൽ ഒരു പുതിയ വീഞ്ഞാണ്. അപ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, മേത്തരമായ വീഞ്ഞ്. ആദ്യം എല്ലാവരും മേത്തരമായത് കൊടുക്കും, പിന്നെ എളുപ്പമായത് കൊടുക്കും. പക്ഷെ കർത്താവ് വന്നാൽ അവസാനം വരെ മേത്തരമായ. കല്യാണം കഴിച്ചപ്പോൾ എന്തോ ഒരു ബഹളമായിരുന്നു. പിള്ളേരുടെ പോക്കും വരവും കണ്ടപ്പം നമുക്ക് തോന്നി ഇവരുടെ സ്നേഹം എന്താണ്. ഇപ്പം താണ്ട് 2 തട്ടില്ല. ആദ്യം മേത്തരമായത്, പിന്നെ എളുപ്പമായത്. പക്ഷെ എൻ്റെ കർത്താവ് ഉണ്ടെങ്കിൽ എങ്ങനെയാണെന്നറിയാം, ആദിയിങ്കൽ കൈപ്പാകിയിലും അന്ത്യമോ മാതൂരമത്രേ. ആദിയിങ്കൽ കൈപ്പാകിയിലും അന്ത്യമോ മാതൂരമത്രേ. പരപരമേശ പരമരുളീശ നീ അത്രേയൻ രക്ഷാസ്ഥാന. ആമേ. പരപരമേശ പരമരുളീശ നീ അത്രേയൻ രക്ഷാസ്ഥാനം. എൻ്റെ കർത്താവ് വന്നാ ആദ്യം ഇച്ചിരി കയ്പാണെങ്കിലും അന്ത്യത്തെ മധുരമാക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. 2-ാം അധ്യായത്തിൽ ഒരു പുതിയ വീഞ്ഞ് കാണുകയാണ്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നിക്കോദീമോസിനെ കാണുന്നുണ്ട്. നിക്കോദീമോസ് വളരെ ഭക്തനായ ഒരു യഹൂദ മനുഷ്യൻ. പക്ഷെ അവനോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ, എങ്ങനെ? വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നിനക്ക് ദൈവരാജ്യത്തിൽ കിടക്കാൻ കഴിയുകയില്ല. 1-ാം അധ്യായത്തിൽ ഒരു പുതിയ ദൈവിക വെളിപ്പാടാണ്. 2-ാം അധ്യായത്തിൽ പുതിയ വീഞ്ഞാണ്. പുതിയ വീഞ്ഞും കൊണ്ട് മാത്രം തൃപ്തിപ്പെടരുത്. പുതിയ വീഞ്ഞൊക്കെ കർത്താവ് തരും. ഈ ജനം അപ്പം തിന്നത് കൊണ്ട് എന്നെ അന്വേഷിക്കുന്നു. പക്ഷേ ഒരു കാര്യം ഓർത്തോടെ, ആ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് വീണ്ടും ജനനാനുഭവം, അതാണ് പുതുജനനം എന്ന് പറയുക. 3-ാം അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്, നീ യഹൂദനായിരിക്കേ, യഹൂദനൊക്കെ ആയിരുന്നോട്ടെ, പക്ഷേ എന്നെ നീ
വ്യക്തിപരമായി ആത്മാവിൽ ജനിച്ചില്ല എങ്കിൽ നിനക്ക് സ്വർഗരാജ്യം പ്രവേശിപ്പാൻ കഴിയുകയില്ല. 3-ാം അധ്യായത്തിൽ വീണ്ടും ജനനം. എന്താ വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ, വാലസ് ചെയ്ത പോലെ എൻ്റെ ഹൃദയത്തിൽ അങ്ങേക്കിടമുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം എൻ്റെ സകല പാപവും പോക്കി എന്നെ രക്ഷിക്കുക. ഹല്ലേലൂയ. പാപങ്ങളെ ഏറ്റു പറഞ്ഞ് അവിടുത്തെ വചനത്താൽ കഴുകപ്പെട്ട് അവിടുത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന മഹത്തായ കാര്യമാണ് വീണ്ടും ജനനം. 3-ാം അധ്യായത്തിൽ പറയുന്നത് വീണ്ടും ജനനെ കുറിച്ചാണ്. 4-ാം അധ്യായത്തിൽ ഒരു പാപിനിയായ സ്ത്രീ വരികയാണ്. 4-ാം അധ്യായം ശമരിയക്കാരത്തിയാണ്. യേശു കർത്താവ് 3-ാം അധ്യായത്തിൽ പുതുജന്മത്തെക്കുറിച്ചാണ് പറയുന്നത്. 4-ാം അധ്യായത്തിൽ പറയുന്നത് എന്താണ്? പാപിനിയായി സ്ത്രീയുടെ അടുത്തിട്ട് വരികയാണ്. ഈ പുതുജന്മം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നടിച്ചുവരുകളില്ല. 4-ാം അധ്യായത്തിൽ ശമരിയക്കാരുടെ അടുത്തോട്ട് പോവുകയാണ്. യഹൂദൻ എവിടെ പോകത്തില്ല? ശമരിയക്കാരുടെ അടുത്ത് പോകത്തില്ല. യഹൂദന് ശമരിയക്കാരുടെ ജാതി വിവേചനം ഭയങ്കരമാണ്. അവിടെ ശമരിക്കാരനും യഹൂദനിൽ നിന്നുള്ള ഭയങ്കര വേർതിരിവുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, കേരളത്തെ നമ്മുടെ സ്വാമിജി വന്നപ്പം വിളിച്ചൊരു വാക്കുണ്ട്, കേരളം ഒരു ഭ്രാന്താലയം. എന്തിൻ്റെ പേരിലാണ്? അയിത്തം, ജാതി വ്യവസ്ഥത, സ്ത്രീ പുരുഷ വിവേചനം കൊടുമ്പിരിക്കൊണ്ടിരുന്നൊരു കാലഘട്ടത്തിൽ കേരളത്തെ വിളിച്ചു ഭ്രാന്താലയം എന്ന് വിളിച്ചു. എന്നാൽ ഒരു പെന്തക്കോസ്തുകാരൻ എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നൊരു കാര്യമുണ്ട്. അന്ന് ജാതി വിവേചനം ശക്തമായിരുന്നൊരു കാലഘട്ടത്തിൽ ലോകം ഞെട്ടി, കേരളം ഞെട്ടി, സവർണ സമുദായങ്ങൾ ഞെട്ടി. എന്താ കാര്യം? അവർണനും സവർണനും ഉയർന്നവനും താണവനും ഒരു പായ ഇരുന്ന് ഒന്നിച്ചാരാധിച്ചു കഴിഞ്ഞ് ഒരപ്പത്തിൽ നിന്ന് എടുത്തു, ഒരു പാനപാത്രത്തിൽ നിന്ന് കുടിച്ചു. എഴുന്നേറ്റപ്പോൾ അവർ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാൽ പിരിയ ബന്ധമാണിത്. വീണ്ടും ജന്മം പ്രാപിച്ച സമൂഹത്തിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ ജാതി വിവേചനമില്ലാത്ത സമൂഹമാണ്. ആമേൻ പറയാവുന്നവരെല്ലാം ആമേൻ പറഞ്ഞേ. ആമേൻ പറയാവുന്നവർ ഉറക്കെ ആമേൻ പറഞ്ഞേ. ജാതിയുടെ മതത്തിൻ്റെ വേലുക്കെട്ടുകൾക്കകത്താണ് ഇന്നെന്താണ് ഉത്തരാധുനിക യുഗത്തെ വീണ്ടും പുരാതന യുഗത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ചിന്തകളും ചിന്താധാരകളും ഒക്കെ വരുമ്പോൾ പുതിയ നിയമസഭ അറിയേണ്ട ഒരു കാര്യമുണ്ട്. പുതിയ നിയമസഭ വീണ്ടും ജന്മം പ്രാപിച്ചവർ അതിന് മേളിലാണ്. അവർക്ക് വേർപാണ്ഡം നടിച്ചു വരികയില്ല. അവർ മനുഷ്യരായി കാണുന്ന സമൂഹമാണ്. ഹല്ലേലൂയ. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ആ സ്ത്രീ അല്പം ജീവിതത്തിൽ ഇടറിപ്പോയൊരു സ്ത്രീയാണ്. ഇടറിപ്പോയൊരു സ്ത്രീയോട് കർത്താവ് സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. അതാണ് സുഖാറിയിലെ ദാഹം. പിള്ളേർക്കൊക്കെ അറിയാവുന്നൊരു പാട്ടുണ്ടോ? നട്ടുച്ച നേരത്ത് കിണറിൻ്റെ വക്കത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു, വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു. ഒരു പാത്രം ദാഹജലം ചോദിക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീ പറയുന്ന കർത്താവളോട് സംസാരിക്കും, നീ യഹൂദനായിരിക്കുക, എന്നോട് എങ്ങനെയാണ് കുടിപ്പാൻ ചോദിക്കുക. അപ്പം കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, ഈ വെള്ളം കുടിക്കുന്നതിനല്ല പിന്നെയും ദാഹിക്കും, എന്നിൽ നിന്ന് കുടിക്കുന്നവൻ അത് നിത്യജീവങ്കിലേക്ക് പൊങ്ങുന്ന എന്തായി മാറും? നീരുറവയായി മാറും. ഇന്നത്തെ സമൂഹത്തിൻ്റെ പ്രശ്നം എന്താ? പാവം പിടിച്ച ഒരു സ്ത്രീയാണ് ഈ കുട്ടി. എനിക്ക് അവളോട് വളരെ അനുകമ്പയുണ്ട്. അവിടെ ഹൃദയത്തിൽ അടങ്ങാത്തൊരു ദാഹം, എന്തിനോ വേളോ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹമാണ്. അവിടെ ജീവിതത്തെ എല്ലാ മനുഷ്യൻ്റെയും മനസ്സിനകത്ത് പല തട്ടുകളുണ്ട്. ഒന്ന് ബോധമനസ്സാണ്, ബോധമനസ്സ്. മറ്റെന്താണ്? സബ് കോൺഷ്യസ്, ഉപബോധ മനസ്സുണ്ട്, അല്ലേ? ഉപബോധ മനസ്സുണ്ട്. ഇനി ഒരു സൂപ്പർ കോൺഷ്യസ് ഉണ്ട്, അതാണ് ദൈവാംശം, ദൈവത്താൽ നിറയപ്പെടേണ്ടത്. ഈ മനുഷ്യൻ്റെ അകത്തുള്ള ദാഹമാണ് ഇന്ന് മനുഷ്യനെ കൊണ്ടുപോയി എത്തിക്കുന്നത്. ഇന്ന് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസുകാർ, എക്സൈസുകാർ, സാമൂഹ്യ പ്രവർത്തകർ, കൗൺസിലിംഗുകാർ എല്ലാം കൈ കോർക്കുന്നു. എന്തിനു വേണ്ടിയാ? ലഹരിക്കെതിരെയുള്ള ഒരു വിപത്താണ്. ലഹരിക്കെതിരെ കൈകോർക്കുകയാണ്. MDMA പോലെയുള്ള ദുരന്തങ്ങൾ കേരളത്തിലേക്ക് വന്നു. ഒരിടത്ത് മദ്യപാനം, ഇന്ന് മദ്യപാനം വേണ്ട അല്ല, ചെറുപ്പക്കാർ, കുഞ്ഞുങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങൾ, കൂള് എന്ന് വേണ്ട അവിടെ തുടങ്ങുകയാണ്. എന്നിട്ടോ ലഹരിയുടെ ലോകത്തേക്ക് പോവുകയാണ്. എന്തുകൊണ്ടാണ് ഇവർ ലഹരിയിലേക്ക് പോകുന്നത്? എന്തിനാണ് ഇവർ ലഹരിയിലേക്ക് പോകുന്നത്? പ്രിയരെ, ലഹരിയിലേക്ക് പോകാനൊരു കാര്യമുണ്ട്, വല്ലാത്തൊരു ദാഹം, എന്തെന്നറിയാത്തൊരു അസ്വസ്ഥത മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ട്. ഈ അസ്വസ്ഥതയാണ് ലഹരി മാഫിയകൾ മുതലെടുക്കുന്നത്. പരീക്ഷയൊക്കെ വരുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് വല്ലാത്ത ചിലപ്പോൾ ടെൻഷൻ അടിക്കും. ചിലപ്പോൾ അവരുടെ പ്രണയം നൊന്താൽ, ഈ പ്രണയമൊക്കെ ഒന്ന് പൊട്ടുമ്പോഴത്തേന് ഈ പിള്ളേരൊക്കെ കാണിക്കുന്ന വെപ്രാളം കാണണം. പണ്ട് പെമ്പിള്ളാർ കിടന്ന് വെപ്രാളപ്പെടാന്ന്, ഇപ്പം പെമ്പിള്ളാർ വളരെ ബോൾഡാണ്. അവരാണ് പലപ്പോഴും തേച്ചിട്ട് പോകുന്നത്. ആമ്പിള്ളേർക്കാണ് വയ്യാതാണ്. അപ്പോൾ ആമ്പിള്ളാരിങ്ങനെ കിടന്ന് ചാകുമ്പോൾ ഒരു വട്ടം ഞാനൊരിടത്ത് പോകുമ്പോൾ ഒരു ചെറുക്കൻ കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച്, പാസ്റ്റങ്ങളേ എവിടെ? ഞാൻ പറഞ്ഞാൽ ദൂരെയാണ് മക്കളെ, എന്താണ്? ഞാൻ അങ്ങ് വരെ പാസ്, എനിക്ക് പാസ്. അപ്പോൾ എൻ്റെ കൂടെ ഓടിച്ചുകൊണ്ടിരുന്നത് അവൻ ഒരു താരമാണ്. അവൻ എന്നോട് പറയാം, പാസ്റ്റങ്ങളെ അച്ഛാ മിക്കവാറും തേപ്പ് കിട്ടിയതാണ്, കുഴപ്പമില്ല, ആദ്യത്തേതാണ്, 2-3 കിട്ടി കഴിയുമ്പോൾ ഇവൻ ഓക്കെ ആയിക്കോളൂ. അപ്പോൾ കണ്ടോ, എല്ലാ പിള്ളേരും കരയുമ്പോൾ അസ്തിത്വം ഒരു വല്ലാത്ത ബോധം. അപ്പോഴാണ് കൂട്ടുകാരെ കൊണ്ടുകൊടുക്കുന്നത്, ഈ സാധനം ഒന്ന് വലിച്ചേ,
ഏട്ടാ ഇതൊന്ന് പിടിപ്പിച്ച കിളി പോയി ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ 2-3 ദിവസമൊക്കെ ഇരുന്ന് കളയും. ഞങ്ങളുടെ കോളേജിൻ്റെ അവിടെ ഒരു സംഭവം നടന്നായിട്ട് കേട്ടു. എനിക്കറിയാവുന്നൊരു സംഭവം, ഒരു പയ്യനാ, വലിയ വീട്ടിലെ ചെറുക്കനെ കൈ കൊണ്ട് മേച്ചൊറിയാത്ത പയ്യനാ. അവനാ എല്ലാവരും പോയിരിക്കുന്ന ഒരു തോട്ടമുണ്ട്, 2-3 ഏക്കർ റബ്ബർ തോട്ടമാണ് കോളേജിൻ്റെ അടുത്തുള്ള. അവിടെ ഇരുന്നുകൊണ്ട് ഒരു സാധനം വലിച്ചുകൊണ്ട് ഇവൻ ഇങ്ങനെ ഇരുന്നുകൊണ്ട് പോച്ച പറിച്ചുകൊണ്ട് ഒരു സാധനം എടുത്തു. മക്കളെ 2 ഏക്കർ തോട്ടത്തിലെ മൊത്തം പോച്ച അവൻ പറിച്ചു. കുന്ന് 1, കുന്ന് 2, കുന്ന് 3 പറിച്ചു കൂട്ട. ഇവൻ അറിയുന്നില്ല. എന്താ വെച്ചാൽ അവൻ അവിടെ നിന്ന് പോച്ച പറിച്ചുകൊണ്ട് ഈ സാധനം മൊത്തം പോച്ച അവൻ പറിച്ചു. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ചെയ്യാനുള്ള ഒരു അമാനുഷികമായ ശക്തി കിട്ടും. സത്യ. അതുകൊണ്ടാണ് ഇനി അപകടം കൂടുന്നത്. എന്നാണെന്നറിയാമോ? നമ്മളിങ്ങനെ വണ്ടി ഓവർടേക്ക് ചെയ്ത് പോകുന്നു, അവിടുന്ന് ഒരു വണ്ടി വരുന്നു. നമ്മൾ ഈ സ്വാഭാവികമായിട്ട് ഈ വണ്ടി വരുമ്പോൾ, അതുകൊണ്ടാണ് പിള്ളേരൊന്നും ഓവർടേക്ക് ചെയ്യല്ലേ, നല്ല സേഫ് അല്ലെങ്കിൽ. സ്വാഭാവികമായിട്ടും അവനൊരു അപകടം തോന്നിയാൽ നമ്മൾ ഫ്ലാഷ് അടിച്ച് കാണിച്ചാൽ അവരെന്ത് ചെയ്യണം? പറ, എന്തോ ചെയ്യണം? സ്ലോ ചെയ്യണം. ഇവൻ കഞ്ചാവോ ലഹരിയാണെങ്കിൽ ഇവൻ കാണുന്നത് എന്തായിരിക്കും എന്നറിയോ? ഇവൻ കാണുന്നത് നമ്മുടെ മുകളിൽ കൂടെ പറന്നു പോകുന്നതായിരിക്കും. ഇവൻ ലഹരിയാണെങ്കിൽ ഇവൻ കാണുന്നത് നമ്മുടെ മുകളിലൂടെ ഇങ്ങനെ പോവുക. അവനിങ്ങനെ വരും, മുകളിലല്ല നമ്മുടെ നെഞ്ചത്തൂടെ കയറും. അതുകൊണ്ടാണ് ഈ അപകടം കൂടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപകടം കൂടുക ലഹരിയുടെ ലോകത്ത്. എന്തുകൊണ്ടാണ്? അവിടെ അകത്തൊരു ദാഹ. ഈ പെൺകുട്ടിക്ക് ഒരു ദാഹം. ആ ദാഹം അവൾ ലൈംഗികത കൊണ്ട് തീർക്കാൻ നോക്കി. ഇന്നത്തെ ചെറുപ്പക്കാർ ലഹരി തീർക്കാൻ തോന്നുക. ഈ മാനവകുലത്തിന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നിന്റെ ദാഹത്തെ, അന്തരാത്മാവിൻ്റെ ദാഹത്തെ തീർക്കാൻ ഒറ്റ വഴി യേശുക്രിസ്തുവാണ്. അതുകൊണ്ടാണ് എത്രയോ പേർ മദ്യപാന്മാർ, എത്രയോ പേർ മയക്കുമരുന്ന് അടിമപ്പെട്ടവർ യേശുവിനെ കണ്ടെത്തിയപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന. എന്തുകൊണ്ട്? ദാഹം തീർക്കാൻ ഒരാളുണ്ട്. ഹല്ലേലൂയ. ദാഹം തീർക്കാൻ ഒരാളുണ്ട്. അതാരാ? ക്രിസ്തുവിനെ കിട്ടിയവൻ്റെ ദാഹം പിന്നെ ജഡത്തിന് വേണ്ടിയുള്ള ദാഹമല്ല. അവൻ്റെ ദാഹം ആത്മാവ്. അധികാലത്തെ നീ എൻ്റെ ദൈവ വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പൊന്നമ്മന മക്കളെ, നിങ്ങളുടെ ദാഹം എന്തിനു വേണ്ടിയാ? നശിച്ചു പോകുന്ന ഈ ജഡത്തിന് വേണ്ടിയാണെങ്കിൽ അത് ലഹരി കൊണ്ട് അവസാനം ഒടുങ്ങും. മനസ്സ് തകർന്നു പോയൊരു സംഭവം എക്സൈസുകാരൻ്റെ പറഞ്ഞ ഒരു സാക്ഷ്യം ഞാൻ കേട്ടു. എക്സൈസുകാരൻ പറയുക, ഒരു പയ്യനെ പിടിച്ചു, ഏതോ ഒരു വിഷയത്തിൽ പിടിച്ചു, പക്ഷേ അവനെ ലോക്കപ്പിൽ അടച്ചു. ലോക്കപ്പിൽ അവൻ വളരെ ശാന്തനും നല്ല സുന്ദരനും കൊച്ചുകുട്ടൻ, ശാന്തനാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൻ വയലൻ്റ് ആകുന്നു. അവൻ ഇറങ്ങി വരുന്നു. അവൻ ആ ലോക്കപ്പിൻ്റെ കമ്പിയെ പിടിച്ചിട്ട് വല്ലാതെ വലിക്കുന്നു. ഈത്തായെല്ലാം വരുന്നു. അവൻ ആ കമ്പിക്കിട്ട് തല കൊണ്ട് ആഞ്ഞിടിക്കുന്നു. ഒടുവിൽ അവൻ തെറിച്ചു പോയി ഭിത്തിയെ തട്ടി താഴെ വീഴുന്നു. എന്ത് പറ്റിയവന്? ശാന്തനായിരുന്ന കൊച്ചൻ ഇത്രയും ഒരു ഫിക്സ് വരുന്ന പോലെ കാണിക്കുക. അവരവനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ അവനെ പരിശോധിച്ചിട്ട് പറഞ്ഞു, വിട്രോവല, സാധനം എടുക്കേണ്ട സമയമായി. കിട്ടാതെ വന്നപ്പോഴത്തെ വിട്രോവല. അവൻ്റെ കൈയും കാലും കെട്ടിയിട്ടു. അവന് ആൻറ്റി വിട്രോവൽ ആ മെഡിസിൻസ് കൊടുക്കാൻ തുടങ്ങി. കയ്യും കാലും കെട്ടിയിട്ട് പയ്യൻ മെഡിസിനൊക്കെ ചെന്നപ്പോൾ ഒന്ന് നോർമലായപ്പോൾ അവൻ്റെ ഉമ്മ വരുന്നെന്ന് കണ്ടപ്പോൾ അവൻ പോലീസുകാരുടെ കയ്യെ കെഞ്ചി പറഞ്ഞു, കെട്ടടിച്ചു വിടണം. ഉമ്മ ഇങ്ങനെ കാണല്ലേ, ഉമ്മ സഹിക്കില്ല, ഞാൻ വയലൻ്റ് ആകില്ല, സത്യം. അവർ കെട്ടടിച്ചു. ഉമ്മ വന്നപ്പോൾ ഉമ്മയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ഉമ്മ, ചേട്ടനും പോയി, ഉമ്മയ്ക്ക് ഞാനും പോയി. ചേട്ടൻ പോയോ? രണ്ടും കൂടെ കരയി. അപ്പോഴാണ് അവർ അന്വേഷിച്ച് ആരാണ് ചേട്ടൻ. അവർക്ക് മനസ്സിലായി. കുറച്ചാക്കുമ്പ് അവിടെ കിടന്നൊരു അനാഥ ശവമുണ്ട്. ദേഹം മുഴുവൻ കുത്തിവെച്ചിട്ട് ഒടുവിലേക്കാതെ വന്നപ്പം സ്വന്തം ജനനേന്ദ്രിയത്തിൽ മയക്കുമരുന്ന് കുത്തിവെച്ച് മരിച്ച ഒരു ചെറുപ്പക്കാരൻ ഇവൻ്റെ ചേട്ടനാ. ഒടുവിൽ ഇവനും എത്ര പേരാ ദാഹത്തിന് വേണ്ടി പോകുക. സമൂഹമേ, ഈ ദാഹത്തെ മാറ്റാൻ ഒറ്റയാളേ ഉള്ളൂ, നസ്രത്തിലെ യേശു. നിത്യജീവനിലേക്ക് പൊങ്ങുന്ന നെരിയുറവയാക്കി മാറ്റാൻ കഴിവുള്ള, അന്തരാത്മാവിൻ്റെ ദാഹത്തെ മാറ്റാൻ കഴിവുള്ള ഒരാളുണ്ട്, നസ്രത്തിലെ യേശു. നീ എന്ത് പരീക്ഷിച്ചാലും ഒടുവിൽ നീ ഒടുങ്ങിപ്പോകും. എന്നാൽ ഒടുങ്ങാതെ മരിച്ചാലും ജീവിപ്പിക്കുന്ന ആത്മസൗന്ദര്യം നൽകുവാൻ കഴിവുള്ള ഒരു കർത്താവുണ്ട്. എത്രയോ ചെറുപ്പക്കാരെ എനിക്കറിയാം. എന്ത് സൗന്ദര്യമായിരുന്നു ആ പിള്ളേരുടെ കണ്ണിൽ. എൻ്റെ ജീവനായിരുന്നു. മനുഷ്യൻ്റെ സൗന്ദര്യം കണ്ണിലാണ്. കണ്ണി ജീവനുള്ള ഒത്തിരി പിള്ളേരെ എനിക്കറിയാം. പക്ഷേ ഇന്ന് അവരുടെ കണ്ണി നോക്കി അറിയാം, ചത്ത മീൻ്റെ കണ്ണ് പോലെ നിരന്തരമായ മയക്കുമരുന്ന് അവൻ്റെ കണ്ണിൻ്റെ ശോഭ കളഞ്ഞു. അവൻ്റെ മുഖത്തിൻ്റെ ശോഭ പോയി. എന്ന യേശുവിനെ കണ്ടപ്പോൾ അവൻ്റെ ജീവിതം പുനരാരംഭിക്കാൻ തുടങ്ങി. ഈ രാത്രി സമൂഹത്തിന് ഒറ്റ രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആ വഴിയുടെ പേരാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനെന്ന് പറഞ്ഞ യേശു. എനിക്ക് ദാഹം, ആ ദാഹം മാറ്റുന്ന കർത്താവ് 3-ാം അധ്യായത്തിൽ 4-ാം അധ്യായത്തിൽ കർത്താവോട് പറയുകയാണ്. അപ്പോൾ അവൾ ഇതൊക്കെ ആണെങ്കിൽ അവൾക്കൊരു അറിവുണ്ട്. അവൾ പറഞ്ഞു, എൻ്റെ പിതാക്കന്മാർ ആ മലയിൽ ആരാധിച്ചു. കർത്താവ് പറഞ്ഞു, ആ മലയിലുമല്ല, ഈ മലയിലുമല്ല,
ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു. പുതിയ വെളിപ്പാടുണ്ടായാൽ അവിടെ പുതിയ വീഞ്ഞുണ്ട്. പുതിയ വീഞ്ഞുള്ളിടത്ത് പുതുജനനമുണ്ട്. പുതുജനനമുള്ളിടത്ത് അവരിനി ദാഹത്തിന് വേണ്ടി പലയിടത്ത് പോകത്തില്ല. അവരെന്ത് ചെയ്യും? ആ ദാഹം മാറ്റുന്ന ആത്മാവാം ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. പുതിയ വീഞ്ഞുള്ളിടത്ത് പുതിയ ജനനം. പുതിയ ജനനം കഴിഞ്ഞപ്പം പുതിയ ആരാധന. കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പുതിയ ആരാധന. ആ ആരാധന പ്രത്യേകത എന്താ? ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ച്. എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പുതിയ നിയമസഭയുടെ പ്രത്യേകത എന്താ? ആത്മാവിൽ ആരാധിക്കും. അല്ല, എന്നെ കേൾക്കുന്ന വാത്സല്യ സമൂഹമേ, ഈ നാട്ടുകാരോട് ഞാൻ ചോദിച്ചോട്ടെ, ഞങ്ങൾ പെന്തക്കോസ്തുകാർ നിങ്ങൾക്ക് എന്ത് ദോഷാ ചെയ്തേ? നിങ്ങളെന്തിനാ ഞങ്ങളെ തല്ലുന്നേ? നിങ്ങളെന്തിനാ ഞങ്ങളെ ഓടിക്കുന്നേ? നിങ്ങളെന്തിനാ ഞങ്ങളെ പേടിക്കുന്നേ? ഞങ്ങൾ ആകെപ്പാടെ ഞങ്ങൾ ആരോടെങ്കിലും പറയുന്നുണ്ടോ? കലാപം നടത്താൻ പറയുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഞങ്ങളുടെ ഹോളുകളിൽ ഞങ്ങൾ ആയുധ പരിശീലനം നടത്തുന്നുണ്ടോ? ഞങ്ങളുടെ പിള്ളേരെ ഞങ്ങൾ വടിവാളെടുക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഞങ്ങളുടെ പിള്ളേരോട് പറയുന്നുണ്ടോ നിങ്ങൾ അന്യമതത്തിൽ പോയ പെൺപിള്ളേരെ പ്രേമിച്ച് കെട്ടിക്കൊണ്ട് വരണമെന്ന് പറയുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഞങ്ങൾ പറയുന്നത് അങ്ങനെ പോയി കെട്ടരുതെന്നാ പറയുന്നത്. ആണോ? അതോ പോയി അടിച്ചുകൊണ്ട് വരാനാന്ന് പറയുന്നത്? ഇല്ല. അടിച്ചുകൊണ്ടൊന്നും വന്നാൽ 7 അയലൊക്കത്ത് അടുപ്പിക്കാത്തവരാണ്. നല്ല പ്രായമുള്ള ഞാൻ പിന്നെ ഇച്ചിരി കൂടെ ഒക്കെ പിള്ളേരെ ചേർത്ത് പിടിക്കും. അപ്പച്ചന്മാരൊക്കെയാണ് ഓടിക്കും, ആ വഴികോട്ട് അടുപ്പിക്കത്തില്ല. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. പിന്നെ ആകെ നിങ്ങളുടെ ദോഷം ചെയ്യുന്നത് എന്താ? ഞങ്ങൾ ഇച്ചിരി ഒച്ച വെക്കുന്നല്ലേ ഉള്ളൂ. അത് ഞങ്ങളിപ്പം മാറ്റാം. എന്നാ കാര്യം? ഞങ്ങളുടെ പിള്ളേരെല്ലാം UK പോവുക. എൻ്റെ കൊച്ചു പിള്ളേരെ UK പോയിട്ട് വരുമ്പോൾ 2 AC മേടിച്ചു കൊടുക്കണം സഭയ്ക്ക്. എന്തിനാണെന്നറിയാം AC വെക്കുന്നത്? ഞങ്ങൾക്ക് തണുക്കാനൊന്നും അല്ല. എല്ലാ കഥവ് അടച്ചിട്ട് അങ്ങ് മറന്നങ്ങ് ആരാധിക്കണം. അങ്ങ് മറന്ന് ദൈവത്തെ അങ്ങ് സ്തുതിക്കണം. എന്തിനാ? നാട്ടുകാർക്ക് ശല്യം ഇല്ലാത്ത പോലെ ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കണം. അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ആകപ്പാടെ ശല്യം ഞങ്ങൾ ശബ്ദം കൊണ്ടുള്ള ശല്യമല്ലേ ഉള്ളൂ. അതിപ്പോൾ ഞങ്ങളുടെ പിള്ളേരൊക്കെ ഒന്ന് രക്ഷപ്പെടുമ്പോൾ ഞങ്ങളുടെ എല്ലാ ഹോളുകളും AC ആക്കും. ഞങ്ങളുടെ എല്ലാ ഹോളുകളും സൗണ്ട് പ്രൂഫ് ആക്കും. എന്നിട്ട് ഞങ്ങൾ അതിനകത്തിരുന്ന് അങ്ങനെ ഉറങ്ങിയെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം. പിന്നെ അതിനകത്തിരുന്ന് ഉറങ്ങാൻ ഒറ്റ വന്നേക്കല്ല. പിന്നെ എന്തിനാണെന്നറിയാം AC ഒക്കെ ആക്കുന്നത്? പിന്നെ നമ്മൾ മറന്ന് അതിനകത്ത് അങ്ങ് ആരാധിക്കും. എന്താ പുതിയ നിയമ ആരാധന? എന്താണ്? ആത്മാവാൻ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കും. കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് അവർ ആത്മാവിൽ ആരാധിക്കും. ആത്മാസ്നാനം പ്രാപിക്കും. ആത്മാവിൽ ദൈവം. എന്തുകൊണ്ട് ആത്മാവിൽ ദൈവം ആത്മാവാകുന്നു. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ദാർശനികനായിരുന്ന ഒരു ഗുരുവുണ്ട്. ഗുരു നിത്യ ചൈതന്യ യതി. മഹാനായിരുന്നു, ദാർശനികനായിരുന്നു, പണ്ഡിതനായിരുന്നു, ഫിലോസഫറായിരുന്നു, തത്വചിന്തകനായിരുന്നു. നിത്യ ചൈതന്യ യതി. അദ്ദേഹം ഒരു എഴുത്ത് ഒരു ലെറ്ററിൽ എഴുതിയത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പക്ഷേ ഇന്ന് എൻ്റെ കയ്യിൽ പേപ്പർ കട്ടിങ് ഇല്ല. ഞാൻ കുറേ പേപ്പർ കട്ടിങ് എൻ്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയി. എങ്കിലും എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി. ആ പേപ്പർ കട്ടിങ്ങിനായിട്ട് യതി പറഞ്ഞ വാക്കുകൾ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. യതി എഴുതുകയാണ്, ഗുരു നിത്യ ചൈതന്യ യതി അന്ന് എഴുതി വെച്ചു. ഒരു പത്രത്തിൽ എഴുതി. അതെൻ്റെ ഈ കട്ടിങ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം യാത്ര ചെയ്തപ്പോൾ പെന്തക്കോസ്ത് ആലയത്തിൽ കയറി. യതി വലിയൊരു മനുഷ്യനാണ്. യതി പോയിട്ട് പറയും, അദ്ദേഹം എഴുതി. ഞാൻ എൻ്റെ രോമം എഴുന്നേറ്റിരിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, ആ പെന്തക്കോസ്ത് ആരാധനാലയത്തിൻ്റെ പുറകെ ഞാൻ പോയിരുന്നു. പാട്ടുകൾ പാടുന്നു. ഏറ്റവും ഒടുവിൽ അവരെന്തൊക്കെയോ കലപലപലാന്ന് പറയുന്നു, വേറൊരു ഭാഷ. അവരെല്ലാം കണ്ണടച്ച് എന്തോ സംസാരിക്കുകയാണ്. എന്താണ് അവർ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അവരുടെ മുഖങ്ങളിൽ ഒരു വലിയ വെട്ടം ഞാൻ കണ്ടു. എനിക്കൊരു കാര്യം മനസ്സിലായി, അദൃശ്യനായ ഒരാളോട് അവർ സംസാരിക്കുകയാണ്. അദൃശ്യമായ ഒരാളോട് അവർ സംസാരിക്കുകയാണെന്ന് എനിക്ക് ബോധ്യം വന്ന് മഹാനായ ദാർശനികൻ ഗുരു നിത്യ ചൈതന്യ യതിയുടെ വാക്കുകൾ എളിവൻ വായിച്ചു. ദൈവാത്മാവ് പറയുക, ആത്മാവാൻ പുതിയ ജന്മം പ്രാപിച്ചവരെല്ലാം എന്ത് ചെയ്യണം? പുതിയ ആരാധന. അതെന്താണ്? ആത്മാവിലുള്ള ആരാധനയാണ്. എങ്ങനെ ആരാധിക്കും? പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ബലത്തോടെ, ഹല്ലേലൂയ, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പുരുഷന്മാർ, സഹോദരിമാർ മാത്രമല്ല, സകല പുരുഷന്മാരും ദൈവത്തെ ആരാധിക്കണം. മറന്ന് ദൈവത്തെ ആരാധിക്കണം. ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് പലർക്കും ദൈവത്തെ ആരാധിക്കാൻ മടിയെന്നാന്നറിയാം. അവരങ്ങ് വലിയ പുള്ളിയാന്ന് തോന്നുമ്പോഴാണ്. ഈ പള്ളി, നമ്മുടെ പള്ളികളൊക്കെ കൊച്ചു പള്ളികളാണ്. നമുക്ക് സാമ്പത്തിക പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടാണ്. എന്നാലും പഴയ പുരാതനമായ വലിയ കത്രിയുടെ പള്ളി, യാക്കോബ പള്ളി, വലിയ കത്രിയുടെ കത്തോലിക്ക പള്ളിയൊക്കെ പണിയുന്നത് പൊക്കം കുറച്ചാണോ പൊക്കം കൂട്ടിയാണോ? ഭയങ്കര പൊക്കമല്ലേ? എന്തിനാ പള്ളി പൊക്കി പണിയുന്നേ? പള്ളി പൊക്കി പണിയുന്നതിൻ്റെ ശാസ്ത്രം എന്താ മക്കളെ? വലിയ പള്ളിയില്ലേ, പള്ളി എന്തിനാ പൊക്കി പണിയുന്നേ? പള്ളി പൊക്കി പണിയുന്ന ഒരു ശാസ്ത്രമാണ്. എന്നാ ചോദിച്ചാൽ ഈ വലിയ അച്ചായനുണ്ടല്ലോ, വലിയ ബെഡോ അച്ചായൻ, സഭാ സെക്രട്ടറി, കാശുള്ള അച്ചായൻ ബെൻസുകാരൻ്റെ പുറകെ ഇങ്ങനെ ഞെളിഞ്ഞ് കിടന്ന് പള്ളി മുറ്റത്തോട്ട് വരും.
അപ്പം മുമ്പിൽ നിന്ന് ഒരാളിറങ്ങി ഡോറൊക്കെ തുറക്കും. അച്ഛൻ ചേച്ച് പഠിച്ച് ഷൂസൊക്കെ ഇട്ട് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നിപ്പുണ്ട്. 2 ഫോണിലും iPhone 15 Pro. പിന്നെ പുള്ളി ഇങ്ങനെ നടക്കത്തുള്ളൂ, 2 കയ്യിലും കഷത്തി നാരങ്ങ ഉണ്ടെന്ന് തോന്നുന്നു. ആ നടപ്പൊക്കെ നടക്കുന്നവരെ കണ്ടിട്ടില്ലേ? ആ നടപ്പൊക്കെ നടന്ന് പള്ളി കയറുമ്പോൾ, ഈ വലിയ പള്ളി കയറുമ്പോൾ അച്ചായനെ ചെറുതായിട്ട് തോന്നണം. അതിനെ ഈ പള്ളി പൊക്കി പണിയില്ലേ, മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ എന്തോ ചെയ്യാനാ, ഈ കൊച്ചു ഹോളി കയറുമ്പോൾ ഈ അച്ചായന്മാരുടെ ചിന്ത അവർ വലിയ പുള്ളിയാണ്. അതുകൊണ്ടാണ് ഈ ആരാധിക്കാൻ മടി. ഏത് വലിയ പുള്ളിയാണെങ്കിലും തമ്പുരാൻ്റെ മുമ്പിൽ വരുമ്പോൾ എന്തോന്നാ ഈ തിരിച്ചറിവാണ് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, നമ്മൾ ആരാ? നമ്മൾ പലപ്പോഴും തെന്നി വീണിട്ടുണ്ട്. ഞാൻ എത്ര വട്ടം തെന്നി അടിച്ച് വീണിട്ടുണ്ട്. തെന്നി അടിച്ച് വീണിട്ട് തളർന്ന് കിടക്കുന്നവരെ എനിക്കറിയാം. അരയ്ക്ക് താപ്പോട്ട് എന്ത് ചെയ്തു പോയി? തളർന്നു പോയി. നമ്മൾ വീണിട്ടില്ലേ? ഉണ്ടോ? എത്രയോ വട്ടം അല്ലേ? വീണപ്പോൾ നമ്മൾ ആദ്യം നോക്കിയത് എഴുന്നേക്കാമെന്നോ, രണ്ടാമത് നോക്കിയത് ആരെങ്കിലും കണ്ടോന്നാ. ആരും കണ്ടില്ലെന്ന് കണ്ടപ്പോൾ ഇങ്ങനെ പോയവരല്ലേ. അമ്പുരാനെ ആ വീഴ്ച പോരായിരുന്നു കിടക്കാൻ, അതങ്ങോട്ട് ഓർത്താൽ മതി, ദൈവത്തെ അങ്ങ് സ്തുതിച്ചോളും. എന്താ കാര്യം? എഴുന്നേറ്റ് നടക്കുന്നില്ലേ? ഹല്ലേലൂയ. എന്നിലും ശക്തർ, എന്നിലും വീരർ, വീണ് തകർന്ന ഈ പോക്കള ശക്തിയോടൊന്നും ദൈവത്തെ സ്തുതിച്ച് പുതിയ ജന്മം ഉണ്ടായാൽ പിന്നെ പുതിയ ആരാധനയാണ്. പുതിയ ആരാധനയിൽ അവിടെ വ്യത്യാസങ്ങളില്ല. അവർ ദൈവത്തെ എങ്ങനെ ആരാധിക്കും? ആത്മാവിൽ ആരാധിക്കും. 2 സത്യത്തിൽ ആരാധിക്കും. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിച്ച്, ശക്തിയോടെ സ്തുതിച്ച് ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ സമയത്ത് കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവാത്മാവ് എനിക്ക് ദൈവ നിയോഗം തരുന്നു. രോഗസൗഖ്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചില കണക്കുകൾ തെറ്റിയിടത്തേക്ക് ദൈവ പ്രവൃത്തി നടക്കട്ടെ. കർത്താവിൻ്റെ കരങ്ങളിലൊക്കെ സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിയെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് പുതിയ ദൈവിക വെളിപ്പാട്. ആ ദൈവത്തെ സ്വീകരിച്ചവരുടെ കണക്കുകൾ തെറ്റുമ്പോൾ പുതിയ വീഞ്ഞ്. 3-ാം അധ്യായത്തിൽ പുതിയ ജനനം. 4-ാം അധ്യായത്തിൽ പുതിയ ആരാധന. ദാഹം തീർക്കുന്ന യേശുവിനെ കണ്ടെത്തിയാൽ അവർ പിന്നെ എങ്ങനെ ആരാധിക്കും? ആത്മാവിൽ ആരാധിക്കും. അവർക്ക് ആത്മാവ് ഒരു ലഹരിയായി മാറും. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം പറയുന്നത്, വീഞ്ഞ് കുടിച്ച് മത്തരാകും, അതിനാൽ ദുർനടപ്പുണ്ടാകും. എന്നാൽ ഈ ലഹരി വന്നാൽ ഉണ്ടല്ലോ, ആ ലഹരി വന്നാൽ ദുർനടപ്പല്ല, അതിനെ സത്യത്തിലും നീതിയിലും വഴി നടത്തും. അവർ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിൽ പുതിയ ആരാധനയാണ്. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ബെഥേസ്ദ ആട്ടുകുളത്തിൽ അവർ വരികയാണ്. ആട്ടുവാതിക്കൽ അവർ വരുന്നു. അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ 38 ആണ്ട് ആയിട്ട് കിടക്കുന്ന ഒരു മനുഷ്യനുണ്ട്. 38 ആണ്ടെന്ന് പറയുമ്പോൾ അത് യേശുവിനെക്കാട്ടി മൂത്താണ്. യേശു അന്ന് 30+ ആണ്. 30-ാമത്തെ വയസ്സിൽ സ്നാനം ഏറ്റു. അപ്പോൾ യേശുവിൻ്റെ പ്രായത്തെക്കാട്ടിയും കൂടുതലുണ്ട് അവൻ്റെ എന്തിന്? രോഗത്തിന്. അവനല്ല, അവൻ്റെ രോഗത്തിന്. ഈ മനുഷ്യനെ കരയ്ക്ക് കൊണ്ടിട്ടേക്കുക. യേശു കർത്താവിൻ്റെ അടുക്ക് വന്നിട്ട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? മക്കളെ, മനസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തോ പറയണം? ഒന്നീ സൗഖ്യമാകാൻ മനസ്സുണ്ടോ, അല്ലെങ്കിൽ ഇല്ല. നാട്ടിലൊരു ചൊല്ലുണ്ട്, അരി എത്രാന്ന് ചോദിച്ചപ്പോൾ എന്തോ പറഞ്ഞു? പയറഞ്ഞാഴി. ആ ഉത്തരവും പറഞ്ഞ് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവൻ പറഞ്ഞു, എനിക്ക് അറിയില്ല. കാരണം സത്യം അവൻ പറഞ്ഞത്. കുറേ നാൾ കിടന്ന് ഇവനെ കൊണ്ടുവന്നപ്പോൾ എന്തായിരുന്നു അറിയാമോ? അന്നത്തെ DYFIക്കാരും പിന്നെ യൂത്തുകാരും ക്ലബ്ബുകാരും എല്ലാം കൂടെ ആഘോഷമായിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷെ കുറച്ചാൾ കിടന്നപ്പം എല്ലാവരുടെയും വരവ് നിന്നു. പിന്നെ അവർ മാസത്തിൽ 1 വന്നു, പിന്നെ വരാതായി, പിന്നെ വർഷത്തിൽ വരാറായി. എല്ലാവരും വന്ന് വരാതായപ്പോഴാണ് അവന് പിടി കിട്ടിയത് ആരുമില്ലെന്ന്. കുറേ നാൾ കിടന്നാൽ മനസ്സിലാക്കുന്നൊരു സത്യമുണ്ട്, ആരുമില്ലെന്ന്. കുറേ നാൾ കിടന്നാൽ ഏതുള്ളവനും തോന്നും എന്തില്ല, ആരെങ്കിലും. അതുകൊണ്ട് പ്രായമുള്ളവർ പ്രാർത്ഥിക്കുന്നത്, എന്നെ കിടക്കാതെ അങ്ങ് എടുത്തോണേ കർത്താവേ. കാരണം കിടന്നാൽ മനസ്സിലാക്കുന്നൊരു സത്യമുണ്ട്, ആരുമില്ല. അതാണ് പ്രിയരെ സത്യം, ആരുമില്ല. എന്നാൽ എൻ്റെ കർത്താവിനൊരു പ്രത്യേകതയുണ്ട്. ആരുമില്ലാത്തവനെ തേടി വരുന്നൊരു കർത്താവുണ്ട്. ആരും സഹായമില്ലാതെ എല്ലാവരും പാര് കണ്ടിട്ടും കാണാതെ പോകുമ്പോൾ എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. ആരുമില്ലാത്തവനെ തേടി, ആരുമില്ലെന്ന് തോന്നുന്നവനെ തേടി, ആരുമില്ലാതാകുമ്പോൾ എല്ലാവരുടെയും വരവ് നിൽക്കുമ്പോൾ വരുന്നൊരു കർത്താവ്. അവനോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? എനിക്കാരുമില്ല. എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്കാൻ പറഞ്ഞു. ഇന്ന് രാത്രി പുതിയ ആരാധനയുള്ളിടത്ത് സൗഖ്യങ്ങൾ നടക്കും. ഇന്ന് ഞങ്ങളുടെ പേര്, അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ഞങ്ങളെ കളിയാക്കാറുണ്ട്. രോഗശാന്തി, തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ കുറച്ചൊക്കെ എവിടെയൊക്കെയോ അപജയങ്ങൾ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നെ കേൾക്കുന്ന പൊന്നോമന പ്രിയപ്പെട്ടവരെ, അഭിമാനത്തോടെയും ആവേശത്തോടെയും അടിവരയിട്ട് ഞങ്ങൾ പറയും, ഞങ്ങളുടെ ആലയങ്ങളിൽ നിരന്തര രോഗസൗഖ്യങ്ങൾ നടക്കുന്നുണ്ട്. ഞങ്ങളിതെല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല. ഇതെല്ലാവരും സോഷ്യൽ മീഡിയ മാർക്കറ്റ്
അഡ്വർടൈസ് ചെയ്യുന്നില്ല. പക്ഷേ ദൈവിക ആരാധന, പരിശുദ്ധാത്മാവിൻ്റെ ആരാധന നടക്കുമ്പോൾ എന്തുമാത്രം രോഗസൗഖ്യങ്ങൾ നടക്കും. എണ്ണിയാൽ തീരാത്ത രോഗസൗഖ്യങ്ങൾ. രണ്ട് രീതിയിലാണ് സൗഖ്യങ്ങൾ നടക്കുന്നത്. ഒന്ന് രോഗസൗഖ്യം, സഡൻ ഹീലിംഗ്. എൻ്റെ അമ്മച്ചി 1900 കോട്ടയം മെഡിക്കൽ കോളേജിൽ തള്ളുമ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഹൈന്ദവ സഹോദരി, വളരെ വലിയ പ്രശസ്തമായൊരു കുടുംബത്തിൽപ്പെട്ട ഡോക്ടർ എൻ്റെ അപ്പച്ചനോട് പറഞ്ഞു, നിങ്ങളൊരു ക്രിസ്ത്യാനിയല്ലേ, മെഡിക്കലി ഒന്നും ചെയ്യാനല്ലേ അപ്പച്ച, അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, യേശു സൗഖ്യമാക്കുമെന്ന് ഞങ്ങളോട് ആദ്യം പറഞ്ഞത് ഒരു ഹൈന്ദവ ഡോക്ടറാണ്. വീട്ടിൽ വന്നു, ഒരു വലിയ വെളിച്ചത്തിൽ അമ്മച്ചിക്ക് ഒരു ദിവ്യാനുഭവത്തിൽ അമ്മച്ചി സൗഖ്യമായി, സഡൻ ഹീലിംഗ്. എന്നാൽ രണ്ടാമതൊരു സൗഖ്യമുണ്ട്, രോഗശാന്തി. ചിലപ്പോൾ ആ രോഗം അവിടെ ഇരിക്കുമ്പം തന്നെ അതിൻ്റെ മുകളിൽ നടക്കാനുള്ളൊരു കൃപ കിട്ടും. അത് പൗലോസിനോട് ദൈവം പറഞ്ഞു, ആ മുള്ള അവിടെ ഇരിക്കട്ടെ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയെ തികഞ്ഞു വരും. രോഗം ഉള്ളപ്പോൾ തന്നെ ഞാൻ 1 വർഷം കൊണ്ട്, 2 വർഷം കൊണ്ട്, 3 വർഷം കൊണ്ടൊക്കെ രോഗം വന്ന് മരിച്ചു പോയവരെ കണ്ടിട്ടുണ്ട്. ഡയബറ്റിക് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അവൻ നല്ലൊരു കൊച്ചൻ, എൻ്റെ കൂടെ എമ്മയ്ക്ക് പഠിച്ച എൻ്റെ പൊന്നു കൂടപ്പുറപ്പ്. അയ്യോ, ഇതുപോലെ സ്നേഹമുള്ളൊരു കുഞ്ഞ്, മതം 2ആണ്. പക്ഷേ അവൻ എന്നെ ഒരമ്മ പെറ്റ മോനെ പോലെ സ്നേഹിച്ചു. ഞാൻ സെമിനാരിൽ പഠിക്കാൻ പോയപ്പം പകുതി വഴി വരെ എൻ്റെ കൂടെ വന്നു ഇതുപോലെ സ്നേഹിതൻ. 6 മാസം കഴിഞ്ഞ് ഞാനവനെ വരുമ്പോൾ, അന്ന് ഫോണില്ല, കത്തെഴുതി ഇന്നടത്ത് വരണം, വന്നു നിന്നു. ഞാനിത് എപ്പോഴും ഓർക്കും. അവൻ ദൂരെ നിന്ന് വരുന്ന കണ്ടപ്പോൾ എനിക്കവനെ മനസ്സിലായില്ല. നല്ല തടിയൻ, ബാലയൊക്കെ കളിക്കാൻ പോകുന്നവൻ, നല്ല ഡാൻസറായിരുന്നു. പക്ഷേ അവൻ വല്ലാതെ മെലിഞ്ഞിരിക്കുന്നു. അടുത്ത് വന്നപ്പോൾ എനിക്കിവനെ മനസ്സിലാകുന്നു. ഞാൻ ചോദിച്ചാൽ എന്തോ പറ്റി? അവൻ പറഞ്ഞു, എന്നെ പറ്റാനാണ് ഒരു ഡയബറ്റിക് വന്ന് ക്ഷീണിച്ചു. അടുത്ത അവധിക്ക് അവൻ വരുമ്പോൾ അവൻ ആശുപത്രി കിടക്കുക, അവൻ്റെ ദശ കരിയാതെ മുറിവ് വന്നത്, വേറെ സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്ത് കിടക്കുക. എന്നെ കണ്ടപ്പോൾ എല്ലും തോലുമായി എൻ്റെ സുഹൃത്ത് എൻ്റെ കയ്യെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, എടാ അവറാനെ നമ്മൾ എൻ്റെ ഒഫീഷ്യൽ നെയിം ഏപ്രാമെന്ന്, എടാ അവറാനെ നമ്മളും മൂന്നും കൂട്ടല്ലായിരുന്നടാ. എടാ രാജേഷ് പോയി. ഞാൻ ചോദിച്ചു അവനെന്ത് പറ്റി? അവൻ ലുക്കീമിയായിരുന്നു, വേറൊരു കൂട്ടുകാരൻ, അവൻ പോയി, ഞാൻ അറിഞ്ഞില്ല. എടാ അവൻ പോയടാ. എടാ അവറാനെ ഞാൻ താണ്ടാ കിടക്കുന്നടാ, ഇനി നീയോ ഉള്ളെന്ന് പറഞ്ഞു. എൻ്റെ അകത്തൊരു ഇടുത്തി വിട്ടിപ്പോയി, ഇനി ഞാനില്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, എടാ നാക്ക് കരുതാക്കൊണ്ടൊന്നും പറയാതെ, പേടി വരുന്നു. പറഞ്ഞാടാ നിനക്കൊന്നും പറ്റത്തില്ല. ഏർലി ഇൻസുലിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവൻ മരിച്ചുപോയി, പെട്ടെന്ന് മരിച്ചു, അധികം താമസിച്ചില്ല. മരിച്ചപ്പോൾ അവൻ അമ്മയോട് പറഞ്ഞിരുന്നു അവറം വന്നിട്ട് അടക്കാവും. ഞാനന്നേരം കോഴിക്കോട്ടാണ്, അവരെന്നെ അറിയിച്ചു. ഞാൻ ഓടി വന്നപ്പോൾ ഈ മുഹൂർത്തമായി, ഇതിന് എടുത്തു വെക്കേണ്ട സമയങ്ങളായി. അവരെല്ലാം നോക്കുക, എന്തി ആരാ അവറാൻ. ഞാൻ ചെന്നു. അപ്പോൾ ആ കർമ്മം ചെയ്തുകൊണ്ടിരുന്ന പൂജാരി പറഞ്ഞു, അവറാൻ ബാ പിടിക്കുക. എന്താ? ഞാൻ ചോദിച്ചു എന്താ? അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിവിടെ പിടിക്കണമെന്ന്. അവറാനൂടെ പിടിച്ച് ചതയ്ക്ക് വലം വെക്കുമ്പം ഞാൻ ഓർത്ത്, തമ്പുരാനെ 2-3 വർഷത്തെ ഡയബറ്റിക് അവനെ കൊണ്ടുപോയത്, വർഷം കുറേയായിട്ട് ഇന്നും പോകാതെ നിൽക്കുന്ന തമ്പുരാൻ്റെ കൃപയാണ്. രോഗസൗഖ്യമുണ്ട്, രോഗശാന്തിയുണ്ട്. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി. എൻ്റെ പ്രിയമുള്ളവരെ, പുതിയ ആരാധന അങ്ങോട്ട് വെളിപ്പെടുമ്പോൾ അതിനകത്ത് രോഗസൗഖ്യം ഉണ്ടാകും, ഉറപ്പ്. ബാല്യക്കാർ ഇടറി വീഴും, യൗവനക്കാർ ക്ഷീണിച്ചു പോകും, ബാല്യക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ക്ഷീണിച്ചു പോകാതെ ഓടും, തളർന്നു പോകാൻ നടക്കും. ഇന്ന് രാത്രി ദൈവിക രോഗസൗഖ്യം, ദൈവിക രോഗശാന്തി യേശുവിൻ്റെ നാമത്തിൽ ഇതിനകത്ത് വ്യാപരിക്കുക. വിശ്വസിച്ച് സ്വീകരിച്ച് പറഞ്ഞ്, പുതിയ ആരാധനയുണ്ട്, പുതിയ സൗഖ്യമുണ്ട്. ഒന്നും മറക്കരുത്, 1-ാം അധ്യായത്തിൽ പുതിയൊരു ദൈവിക വെളിപ്പാട്. അവനെ കൈക്കൊള്ളുക. എങ്ങനെ? ഹൃദയത്തിലേക്ക്. 2 പുതിയ കണക്കുകൾ തെറ്റിയെടുത്ത് പുതിയ വീഞ്ഞ്. 3 പുതിയ ജനനം. 4-ാം അധ്യായത്തിൽ പുതിയ ആരാധന, ദാഹം മാറ്റുന്ന ആരാധന. ദൈവമെന്ന് യേശുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ അവൻ നിത്യജീവനിലേക്ക് പൊങ്ങുന്ന നീരുറവ. അവിടെ പുതിയ ആരാധന. ആ പുതിയ ആരാധനയുണ്ടോ അവിടെ പുതിയ സൗഖ്യമുണ്ട്. അവിടെ പുതിയ കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരും ഇന്ന് രാത്രി വെറുതെ ഇരിക്കരുത്. രോഗശാന്തി, രോഗസൗഖ്യം. ഹല്ലേലൂയ. തൻ്റെ പാദപീഠം എൻ്റെ വൈദ്യശാല, അതിലുണ്ട് അനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. സ്തുതി 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 സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല. ഇന്നുമുണ്ട് അത്ഭുതങ്ങൾ, ഇന്നുമുണ്ട് അടയാളങ്ങൾ. എങ്ങനെ? ഞങ്ങളത് വിളിച്ചു പറയത്തില്ല, ഞങ്ങളത് വലിയ ഉപയോഗിച്ച് ബിസിനസ് നടത്തത്തില്ല. പക്ഷേ ഞങ്ങളുടെ ആരാധനാലയങ്ങളിൽ ആത്മീക ആരാധന വെളിപ്പെടുമ്പോൾ ബന്ധനങ്ങൾ അഴിയും, കെട്ടുകൾ പൊട്ടും, രോഗസൗഖ്യങ്ങൾ ഉണ്ടാകും, വിടുതലുകൾ നടക്കും, രോഗശാന്തി വ്യാപരിക്കും. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ കൃപ എന്നുള്ള ആർപ്പോടെ. ഹല്ലേലൂയ. സ്വോത്രം 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 സ്വോത്രം. ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവ.
ആരാധനയും പ്രാർത്ഥനയൊക്കെ നടക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും പ്രിയരെ. അത് നടക്കും. ഞാനത് വിശ്വസിക്കുന്ന ഒരാളാണ്, അനുഭവിച്ചിട്ടുണ്ട്. പൗർവിഷൻ്റെ ഈ കോവിഡ് കാലത്തെ ശുശ്രൂഷകളിലൊക്കെ ഒത്തിരി അത്ഭുതങ്ങൾ എളിയവർക്ക് കാണാനെത്തു. എങ്കിലും അതിലൊരു രസകരമായൊരു സാക്ഷ്യം, അല്പം രസകരമായൊരു സാക്ഷ്യം. ഒരു പ്രിയപ്പെട്ട പിതാവ്, അദ്ദേഹം ഒരു റിട്ടയർഡ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് കോവിഡ് മൂർച്ഛിച്ചു. അദ്ദേഹം മധ്യതിരുവിതാംകൂറിലെ നല്ലൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, വെന്റിലേറ്ററായി, സീരിയസ് ആയി. അപ്പോൾ ആ സമയത്ത് പ്രാർത്ഥന നടക്കുമ്പോൾ ഞങ്ങൾ ലൈവിൽ ശുശ്രൂഷിക്കുകയാണ്. ശുശ്രൂഷ നടക്കുമ്പോൾ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒത്തിരി പേരുടെ പ്രാർത്ഥനാവശ്യങ്ങൾ വരും. അത് പ്രാർത്ഥിക്കും. ചിലർ ഫോണിൽ വിളിച്ച് പറയും, അത് ചില പ്രയർ ലൈനിലേക്ക് വിളിക്കും. അത് ഞങ്ങൾ ചിലർ യൂട്യൂബിൽ ചാറ്റ് ബോക്സിൽ അയക്കും. അപ്പോൾ അത് ഞങ്ങൾ എഴുതിയെടുത്ത് ഞങ്ങളുടെ ഈ കൊണ്ടുത്തരും. ഞങ്ങളത് നോക്കി പ്രാർത്ഥിക്കും ഓരോരുത്തർക്ക് വേണ്ടി. അങ്ങനെ മുഴങ്ങാനും പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് ഈ പിതാവ് സീരിയസ് ആണെന്നുള്ള വാർത്ത കിട്ടുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഒരു അത്ഭുതം കിട്ടണോ. ആ പിതാവ് മരിച്ചു പോകുന്ന പോലൊരു അനുഭവത്തിൽ എല്ലാവരും പറഞ്ഞു സീരിയസ് ആണ്, മരിക്കുകയാണ്. പക്ഷേ ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന, ഈ ICU കിടക്കുന്ന ഈ പിതാവിനൊരു അനുഭവം ഉണ്ടായി. അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായി താൻ മരിച്ചു പോയ ഒരു അനുഭവം. തൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് മാറി. തനിക്ക് ഒരു നിഗൂഢമായ ഒരു ദിവ്യ എന്താ പറയുക, തനിക്കൊരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഇവിടെ മരിച്ചു എന്നുള്ള വാർത്ത പ്രചരിക്കുന്ന പോലുള്ള വലിയ സീരിയസ് ആണെന്നുള്ള വിഷയങ്ങൾ ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കാണുകയാണ്. അദ്ദേഹം വന്ന് പരസ്യമായിട്ട് സാക്ഷ്യം പറഞ്ഞാണ്. അദ്ദേഹം ഈ ബോഡിക്ക് പുറത്ത് വന്നു. പുള്ളി നോക്കുമ്പോൾ പുള്ളിയുടെ ബോഡി അവരെടുത്തുകൊണ്ട് പെട്ടിക്കകത്ത് വെച്ചുകൊണ്ട് ആംബുലൻസ് കയറ്റി വീട്ടിൽ കൊണ്ടുപോകും. പുള്ളി കാണുക. എന്നിട്ട് വീടിൻ്റെ അവിടെ ചെന്നിട്ട് ആംബുലൻസിൽ നിന്ന് ബോഡി ഇറക്കി ചുമന്നുകൊണ്ട് കുറേ പേര് വീട്ടിലോട്ട് കയറ്റുക. വീട്ടിലോട്ട് അങ്ങോട്ട് കയറ്റുമ്പം വീട്ടിലോട്ട് കയറാറായപ്പം പുള്ളി ഈ മേളിൽ നിന്നുകൊണ്ട് കാണുകയാണ് കുറേ ഉപദേശിമാർ മുട്ടുകുത്തി തണ്ട് ഇങ്ങനെ നിൽക്കുക. എന്ത് ചെയ്താൽ കയറ്റി വിടത്തില്ല. പുള്ളി കാണുക, എന്ത് ചെയ്താൽ ബോഡിയെ കയറ്റി വിടത്തില്ല. പുള്ളി സാക്ഷ്യം പറഞ്ഞാൽ പുള്ളിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായി. കാണുകയാണ്. അപ്പോൾ ഈ ബോഡി കൊണ്ട് പോയവരെ അവർ തടഞ്ഞു. എന്നിട്ട് ഇവരിങ്ങനെ മുട്ടുകുത്തി ഇങ്ങനെ കൈ മുക്കി നിൽക്കുക, കയറ്റി വിടത്തില്ല. കുറേ ഉപദേശിമാരാണ്. എന്നിട്ട് പുള്ളി പറഞ്ഞു, അതിനിങ്ങനെ നിന്നപ്പോൾ ഇവരിങ്ങനെ നിന്നപ്പോൾ അതിലൊരു ഉപദേശി അങ്ങോട്ട് എഴുന്നേറ്റ് മുണ്ടൊക്കെ മടക്കി കുത്തി ചാടി ഒരൊറ്റ അടിച്ച് പെട്ടി കൈ തങ്ങ് താഴെ പോയി. പിട്ടുക്കോന്ന് പുള്ളി അങ്ങ് ജീവിച്ചു. പുള്ളി ഏതായാലും അങ്ങ് ജീവിച്ചു, സത്യമായിട്ടും ജീവിച്ചു. ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ തന്നെ മരിച്ചു എന്നുള്ള വാർത്തയെല്ലാം മാറി. ഞാനൊരു കുസൃതിക്ക് ചോദിച്ചു, ഏത് ഉപദേശി അടിച്ചത്? എൻ്റെ പൊന്നെ പ്രിൻസിപ്പാളെ, ആ മുണ്ടൊക്കെ മടക്കി കുത്തി ചാടി ഒരൊറ്റ അടിയായിരുന്നു. നമ്മളിവിടെ പൗർവിഷിനി മുട്ട കുത്തി ഇരിക്കുക, തമ്പുരാൻ അവിടെ അടി കൊടുത്തു. ഇതാണ് പ്രിയമുള്ള ഒരു ആത്മീയ ആരാധന നടക്കുമ്പോൾ രോഗസൗഖ്യങ്ങളുണ്ടാകും. അതങ്ങ് നടക്കും. അത് നമ്മുടെ കഴിവല്ല. ആത്മാവിൻ്റെ ആരാധനയ്ക്കകത്ത് അത്ഭുത സൗഖ്യങ്ങൾ നടക്കും. ഇന്നും നടക്കും. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 6-ാം അധ്യായത്തിൽ എന്താണ്? 5-ാം അധ്യായത്തിൽ പുതിയ ആ സൗഖ്യമാണ്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കണ്ടോ, അവരൊരു സ്ഥലത്തിരിക്കുകയാണ്. ജനം വന്നു. യേശു പറഞ്ഞു അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. അവർ ശിഷ്യന്മാർ പറഞ്ഞു, എന്താ പറഞ്ഞു? പറയുകയാണ് ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തർ അല്പാപ്പൽ 200 പണം ഉണ്ടെങ്കിൽ ഇവർക്കെല്ലാം കൂടി ഇച്ചിരി കൊടുക്കാൻ പോലും എന്ത് ചെയ്യത്തില്ല, തികയത്തില്ല. അവിടെ ഒരു കുഞ്ഞുണ്ടായിരുന്നു, ബാലനുണ്ടായിരുന്നു. അന്ത്രയോസ് പറഞ്ഞു, ഇവിടെ ഒരു ബാലനുണ്ട്. ബാലൻ്റെ കയ്യിൽ എന്തുണ്ട്? 5 അപ്പവും 2 മീനുമുണ്ട്. 5 അപ്പവും 2 പരീക്ഷയുടെ സമയം. എൻ്റെ പൊന്നു മക്കളെ, 5 അപ്പവും 2 മീനുമുണ്ട്. എനിക്ക് ആ ഭാഗം അങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ ചുമ്മാ എൻ്റെ കുസൃതിക്ക്, എൻ്റെ ഒരു ദിവസം ഒരു കുസൃതിക്ക്, ഒരു വാട്ടിന് ഞാൻ ഈ കൊച്ചൻ്റെ പുറകെ പോയി ഒന്ന് അന്വേഷിച്ചു. ഇവൻ എവിടെത്തിയാ? അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി അവനെ വീട്ടിലെ ഇളയവനാ. അവൻ്റെ ഏറ്റവും മൂത്തവൻ ഭയങ്കര മിടുക്കനായിരുന്നു. അവനിപ്പം NIT പഠിക്കുകയാണ്. ഇവിടെ ആ വലിയ അവൻ്റെ നീറ്റൊക്കെ എഴുതി, എൻട്രൻസൊക്കെ എഴുതി അവൻ പഠിക്കുകയാണ്. അവൻ വലിയ മിടുക്കനാണ്. അവൻ്റെ ഇളയതോ IAS കോച്ചിങ്ങിനാണ്. ഏറ്റവും ഇളയവനാണ് ഇവൻ. ഒരക്ഷരം പഠിക്കത്തില്ല. അവൻ വീട്ടിൽ ഇരുന്ന ഇതുപോലെ മെനയുടെ അവനെ സഹിക്കാൻ വയ്യ. ഞങ്ങൾ ഈ VBS നടത്താറുണ്ട്. കേരളം കണ്ട ഏറ്റവും വലിയ മെഗാ VBSകൾക്ക് ഞങ്ങൾ സാക്ഷ്യം വഹിക്കാൻ എളിയവർക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതെന്തോ ടെൻഷനാണെന്നറിയാം. 2000 പിള്ളേരെയും കൊണ്ടൊക്കെ VBS നടത്തി. അപ്പം പിന്നെ ഇതങ്ങ് നിർത്താൻ തീരുമാനിച്ചു. കാരണം എന്തോ ടെൻഷനാണ്. അപ്പോൾ തല പൊട്ടിപ്പോകുന്ന വേദനയാണ്. അപ്പം ചില അമ്മമാർ, വിശ്വാസികളൊന്നും അല്ല, എന്നാലും പറയും, പാസ്റ്ററേ VBS ഇല്ലേ? ഇല്ലമ്മ, ഭയങ്കര ടെൻഷനാണ്. അയ്യോ, നല്ല കാര്യം, നടത്തണം. ഈ പിള്ളേരെ VBSന് വിടുന്നത് സ്നേഹം കൊണ്ട് തന്നെയല്ല, അവധിക്ക് എന്നോ ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് VBS. പിന്നെ വണ്ടി വന്നാൽ കൊണ്ടുപോയില്ലേ? വണ്ടി ഒന്ന് കൊണ്ടുപോയാൽ പിന്നെ എന്താ, ഞങ്ങളുടെ പിള്ളേരെല്ലാം കൂടെ അവരെ യേശു മേരെ തേരാ നാം സബ്സേ ഊഞ്ചാ ഹേ, റെഡി 1 2 3 ജമ്പ് ചെയ്ത് ചാടിച്ച് ക്ഷീണിച്ച് ഇടയ്ക്കൊരു പപ്സ് ഇച്ചിരി വെള്ളം കൊടുത്ത് വീട്ടിൽ പറഞ്ഞു വിടും. ഉച്ചയ്ക്ക് ഒരൊറ്റ ഉറക്കം, പിറ്റേ ദിവസം എഴുന്നേക്കത്തുള്ളൂ. അപ്പോൾ ഒരാഴ്ച അങ്ങ് പോയി കിട്ടത്തില്ലേ? അങ്ങനെ വല്ലതും ആയിരിക്കാം ഈ കൊച്ചനെ സഹിക്കാൻ വയ്യാഞ്ഞിട്ട്. മറ്റവനോട് പോയി ഇവരെ കോച്ചിങ്ങിനൊക്കെ പോയി. ഇവനോ ഈ മൊണ്ണയെ കൊണ്ടുവന്ന് ഇച്ചിരി അപ്പവും കറിയും കൊടുത്തിട്ട് പറഞ്ഞ് പോയി ഇരുന്ന് ഉടനെ വരല്ലേ, ഉച്ചയ്ക്കൊന്നും ഇങ്ങോട്ട് വരണ്ട, കഴിഞ്ഞിട്ട് വന്നാൽ മതി. അവനെ പറഞ്ഞ് അവിടെ വിട്ടു. ആർക്കും വേണ്ടാത്തവനെ തമ്പുരാൻ എടുക്ക വിട്ടു. തമ്പുരാൻ അവൻ്റെ അപ്പം എടുത്ത് അങ്ങ് വാഴ്ത്തിയപ്പോൾ അത് 5000 പേരെ അങ്ങ് കഴിച്ചു. ഞാനിന്ന് പറയും, അവൻ ആരാ? 5000
വിശ്വാസികളുള്ള സഭയുടെ പാസ്റ്റർ 5000 ആരാ ഇപ്പം അമ്മ അറിയുന്ന ആളുടെ പേരില്ല, IAS കാരൻ്റെ പേരിലല്ല, എഞ്ചിനീയറുടെ പേരിലല്ല, അമ്മ അറിയുന്നത് ഈ പാസ്റ്ററുടെ പേരില്ല. കണ്ടോ, ഇന്ന പാസ്റ്റർ അമ്മയെന്ന് അറിയപ്പെടൂ. ലോകം തള്ളിക്കളഞ്ഞതിനെ മൂലക്കല്ലാക്കുന്ന കർത്താവുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ്റെ കയ്യിൽ 5 അപ്പവും ഇതുപോലെ ചിലപ്പോൾ എൻ്റെ കൂടെ ഒരു കൊച്ചനുണ്ട് കേട്ടോ, അവൻ്റെ അമ്മ ഇപ്പോഴും പറയും 10ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് 2 അക്ക മാർക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിലായി. 9 എന്നുള്ളത് 10 ആകുന്ന ആദ്യം 10ാം ക്ലാസ്സിലാണ്. അപ്പം നിങ്ങൾക്ക് തോന്നും അവൻ എങ്ങനെ ജയിച്ചെന്ന്. അവൻ ടീച്ചർമാരെ മണിയടിക്കാൻ എടുക്കനാ. അതാണ് അവസാനം എല്ലാവരും ജയിപ്പിച്ചു വിടും. ടീച്ചർക്ക് പാവമാണ്, പക്ഷേ അവന് വലിയ ബുദ്ധിയൊന്നുമില്ല. അവന് ഹോളി വന്നിരുന്ന കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന കാണാം, കർത്താവേ ബുദ്ധിയില്ല പൊട്ടനാണേ, സഹായിക്കണേ. അവൻ്റെ അമ്മ എല്ലാ ശനിയാഴ്ച വരും, ഹോള് മൊത്തം തൂക്കിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കും, എൻ്റെ കൊച്ചിന് ബുദ്ധിയില്ല, ബുദ്ധി കൊടുക്കണേ. ഇന്ന് അവൻ ബിടെക് എഞ്ചിനീയറായി, 24ാമത്തെ വയസ്സിൽ സ്വന്തം വീട് വെച്ചു. പ്രിയമുള്ളവരെ, നല്ല വണ്ടി മേടിച്ചു. അമ്മ ഇന്ന് സന്തോഷിക്കുന്നത് എന്താ കാര്യം എന്നറിയാമോ? എത്ര പൊട്ടനാണെങ്കിലും തമ്പുരാൻ്റെ കയ്യിലോട്ട് കൊടുത്താൽ തമ്പുരാൻ അവനെ അങ്ങ് ഉയർത്തി വാഴ്ത്തു. അവൻ അനുഗ്രഹിക്കപ്പെടും. എണ്ണത്തെ വർദ്ധിപ്പിക്കുന്ന, തള്ളിക്കളഞ്ഞതിനെ മൂലക്കല്ലാക്കുന്ന എൻ്റെ തമ്പുരാനുണ്ട്. പുതിയ സൗഖ്യം മാത്രമല്ല, പുതിയൊരു അധ്യായം നിൻ്റെ ജീവിതത്തിൽ തുറക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. 6ാം അധ്യായത്തിൽ ആ പുതിയ മന്ന കാണുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ തലമുറയുടെ ജീവിതത്തിൽ മാർക്കില്ലായിരിക്കാം, ബുദ്ധിയില്ലായിരിക്കാം, എന്നാൽ ലോകം തള്ളിക്കളഞ്ഞതിനെ മൂലക്കല്ലാക്കാൻ കഴിവുള്ള ദൈവം, ഒരു ന്യൂ ചാപ്റ്റർ, എ ന്യൂ ഇറ, ഒരു പുതിയ അധ്യായം തുറക്കാൻ കഴിവുള്ള എൻ്റെ കർത്താവ് ഈ രാത്രി ഇവിടെ വല്ലവരെ സ്തുതിച്ച് ആരാധിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയം പോകുന്നത് കൊണ്ട് ഇത്രയും സമയം നിങ്ങൾ ഇരുന്നല്ലോ, നിങ്ങൾക്ക് നന്ദി. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുക, പ്രാർത്ഥിക്കുക. കണക്കുകൾ തെറ്റിയവരാണോ? ഈ രാത്രി കർത്താവ് വന്നിട്ടുണ്ട്. ഈ രാത്രി കർത്താവിൻ്റെ ഹല്ലേലൂയ. എവിടെയോ ചില മറ്റുള്ളതിൻ്റെ പുറകെ പോയി ദാഹം തീർക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ദാഹം തീർക്കാൻ ഒരേ ഒരു മാർഗ്ഗം, യേശു. എന്നിൽ വിശ്വസിക്കുന്നതിന് ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകോ. അവിടെ പുതിയ ആരാധനയുണ്ട്. പുതിയ ആരാധനയുള്ളിടത്ത് എന്തുണ്ട്? പുതിയ സൗഖ്യമുണ്ട്. പുതിയ സൗഖ്യമുള്ളിടത്ത് എന്തുണ്ട്? പുതിയൊരു അധ്യായം തുറക്ക്. പുതിയൊരു അധ്യായം. സ്തുതിച്ച് ദൈവത്തെ സ്തുതിച്ച് പുതിയൊരു അധ്യായം. കുഞ്ഞെ, നിന്റെ ജീവിതത്തെ കർത്താവിൻ്റെ കരുതി കൊടുത്ത് അവൻ നിന്നെ ഉയർത്തി വാഴ്ത്തും. വാഴ്ത്തി നുറുക്കും. വാഴ്വുകൾ എല്ലാവർക്കും അനുഗ്രഹമാകട്ടോ, സന്തോഷമാ. പക്ഷെ നുറുക്കമുണ്ട്. നുറുക്ക് അപ്പമെടുത്ത് വാഴ്ത്തി എന്നിട്ട് നുറുക്കി. വാഴ്വ് സന്തോഷമാണെങ്കിലും നുറുക്കം വേദനയോ. ചിലരുടെ ജീവിതത്തിൽ വല്ലാത്ത നുറുക്കം കാണുമോ? നുറുക്കങ്ങൾ എന്തിനാണ്? ജീവിതത്തിൻ്റെ നുറുക്കങ്ങളിലൂടെ എളിയവൻ പോയിട്ടുണ്ട്. ആർക്കുമില്ലാത്ത വേദനകൾ. ഞാൻ ദൈവത്തോടും ചോദിച്ചു, എന്തിനായി നുറുക്കോ? തമ്പുരാൻ പറഞ്ഞു, നീ നിനക്ക് വേണ്ടി തന്നെ ഉള്ളവനാണെങ്കിൽ നുറുക്കണ്ട, എന്നാൽ നീ അനേകർക്ക് അനുഗ്രഹമായി തീരണമെങ്കിൽ നിന്നെ ദൈവം നുറുക്കും. നുറുക്കുന്ന എന്തിനാ? ഒത്തിരി പേർക്ക് ഒരു അനുഗ്രഹമായി മാറാ. നുറുക്കങ്ങളുടെ പോന്നവരെ, നീ നിനക്കുള്ളവനല്ല, നിനക്കുള്ളവൾ മാത്രമല്ല, ഒത്തിരി പേർക്ക് അനുഗ്രഹമായി തീരേണ്ടവരെ ദൈവം നുറുക്കും. യേശുവേ, ഈ രാത്രി ദൈവിക വിടുതലുകൾ, ഒരു പുതിയ ചാപ്റ്റർ എവിടെ തള്ളിക്കളഞ്ഞതിനെ മൂലക്കല്ലാക്കാൻ കഴിവുള്ള, ഹല്ലേലൂയ, ഉടഞ്ഞു പോയതിനെ പണിയുന്ന ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും പ്രാർത്ഥിച്ച്, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഉടഞ്ഞു പോയതിനെ പണിയുന്ന ദൈവകൃപ. ഈ നുറുക്കം എന്തിനാ കർത്താവേ? ഹല്ലേലൂയ. ഈ നുറുക്കം നീ ഒത്തിരി പേർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവിൻ്റെ നാമത്തിൽ വലിയ ദൈവപ്രവർത്തികൾ നടക്കട്ടെ. ഈ രാത്രി പ്രാർത്ഥിക്കണമെന്നുള്ളവർ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച്, യേശുവേ, എൻ്റെ ജീവിതത്തിൽ എവിടെയോ കണക്കുകൾ തെറ്റി കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ കണക്കുകളും കണക്കുകൂട്ടലുകളും തെറ്റിപ്പോയിട്ടുണ്ട്. എനിക്കൊരു വിടുതൽ വേണം. പ്രാർത്ഥിച്ച് നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഒരു പുതിയ കണക്കുകൾ തെറ്റിയെടുത്ത് ഒരു അത്ഭുതം ചെയ്യാൻ കഴിവുള്ള എൻ്റെ കർത്താവിൻ്റെ കൃപ ഇവിടെ വ്യാപരിക്കുക. ഇരുകരങ്ങളും ശിരസിൻ്റെ മുകളിൽ ഉയർത്തി ചേർത്തടിച്ച് അല്പസമയം ദൈവത്തെ സ്തുതിച്ച്, ഇരുകരങ്ങളും ശിരസിൻ്റെ മുകളിൽ ഉയർത്തി ചേർത്തടിച്ച് എല്ലാ മക്കളും ശക്തിയോടെ സ്തുതിച്ച് നിങ്ങൾ കണക്കുകൾ തെറ്റുന്ന ദൈവത്തോട് പറഞ്ഞ്, ഇന്നടത്തെ തെറ്റ് കർത്താവേ, രോഗസൗഖ്യം മക്കളുടെ അവകാശമാ. ആരാധന വെളിപ്പെടുമ്പോൾ സൗഖ്യം നടക്കും കേട്ടോ. ആരാധന വെളിപ്പെടുമ്പോൾ സൗഖ്യം നടക്കും. ആരാധന വെളിപ്പെടുമ്പോൾ നിന്റെ കണക്കുകൾക്കകത്ത് ആവശ്യം വലുത്. അവർക്ക് ഒത്തിരി പേർക്ക് ഭക്ഷണം കൊടുക്കണം, കയ്യിലുള്ളത് ചെറുത്, കൊച്ചിനെ കെട്ടിക്കണം, പക്ഷെ പണം തികയത്തില്ല. വീട് തീർക്കണം, പണം തികയത്തില്ല. ആവശ്യം വലുത്, കയ്യിലുള്ളത് ചെറുത്, ഒരുപക്ഷെ ഒന്നുമില്ല.
എന്ന ശൂന്യതയിൽ അത്ഭുതം ചെയ്യാൻ കഴിവുള്ള ദൈവം, എണ്ണത്തെ വർദ്ധിപ്പിക്കാൻ കഴിവുള്ള ദൈവം ഈ രാത്രി ഇവിടെ ഉണ്ടല്ലോ. യേശുവേ ആരാധന, യേശുവേ സ്തുതി. മുമ്പോട്ടുള്ള അധ്യായങ്ങളിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല. 7-ാം അധ്യായത്തിൽ പുതിയ പെരുന്നാള്. ഹല്ലേലൂയ. ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്ക വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവ്. 7:37 പുതിയ മന്ന ഉള്ളിടത്ത് പുതിയ ആരാധന പെരുന്നാളുണ്ട്. അത് ആത്മാവിന്റെ പെരുന്നാളാണ്, ആത്മാവിന്റെ പെരുന്നാളാണ്. കർത്താവേ, രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ, ഭാരങ്ങൾ മാറട്ടെ, കണക്കുകൾ തെറ്റിയെടുത്ത് അത്ഭുതങ്ങൾ നടക്കട്ടെ. ഈ ജനം യേശുവിനോടൊപ്പം നടക്കട്ടെ. ഒപ്പം തന്നെ മറ്റ് പലതിലൂടെ ദാഹം തീർക്കാൻ, ലഹരിക്ക്, മറ്റ് പലതിന് അടിമപ്പെടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഇന്ന് രാത്രി പിടിച്ചു മേടിക്കുകയാണ്. എന്തിന്റെ കയ്യിൽ നിന്ന് ഹല്ലേലൂയ പിന്തുടർന്ന് സിംഹത്തിന്റെ വായിൽ അകപ്പെട്ടു പോയതിനെ ആടിനെ വലിച്ചെടുക്കുന്ന പോലെ ഞങ്ങൾ യേശുവിന്റെ നാമത്തില് മറ്റ് പല ദാഹം തീർക്കാൻ പലതും ശ്രമിച്ച് അതിനിടയ്ക്ക് പെട്ടുപോയ ചിലതിനെ ഞങ്ങൾ ആത്മാവിൽ വലിച്ചെടുക്കുക. ഈ ദേശത്ത് വലിയൊരു സ്വാതന്ത്ര്യം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പിതാവിന്റെ നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സർവശക്തന്റെ വലിയ കൃപ ഉണ്ടാകട്ടെ, സൗഖ്യങ്ങൾ നടക്കട്ടെ, പുതുജന്മം പ്രാപിച്ച് പുതിയ ആരാധന, പുതിയ സൗഖ്യങ്ങൾ, പുതിയ കർത്താവേ ചാപ്റ്റർ, പുതിയ അധ്യായം യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ.